അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇസ്ലാമിൻ്റെ അടിത്തറയായ തൗഹീദിനെ തകർക്കാൻ വേണ്ടി രൂപം കൊണ്ട പിന്തിരിപ്പൻ പ്രസ്ഥാനമാണല്ലോ സമസ്ത. ഈ സമസ്ത എന്ന പ്രസ്ഥാനം ജനങ്ങളുടെ വിശ്വാസത്തെയും സമ്പത്തിനെയും ചൂഷണം ചെയ്യാൻ വേണ്ടി ഏറ്റവും അധികം ഉപയോഗിച്ചത് ഇസ്ലാമിലെ പവിത്ര വിശ്വാസമായ വിലായത്തിനെയും കറാമത്തിനെയുമാണ്. അള്ളാഹു കൽപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ പകർത്തി അള്ളാഹു വിരോധിച്ച കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ നിന്നും അകറ്റി നിർത്തി ജീവിക്കുന്ന ഉത്തമദാസന്മാരാണ് ഇസ്ലാമിക വിശ്വാസത്തിൽ വലിയ. എന്നാൽ സമസ്തക്കാർ പഠിപ്പിക്കുന്ന വലിയോ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ഒന്നും ചെയ്യാതെ അള്ളാഹു വിരോധിച്ച കാര്യങ്ങളെല്ലാം ചെയ്ത് അരപ്പിരി ലൂസായി നടക്കുന്ന അരവട്ടനും മുഴുവട്ടനുമായ ആളുകൾക്കാണ് സമസ്തക്കാർ വിലായത്ത് പട്ടം ചാർത്തി കൊടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സമസ്ത എന്ന പിന്തിരിപ്പൻ പ്രസ്ഥാനത്തിന്റെ പ്ലാറ്റ്ഫോമിൽ ഔലിയാക്കൾക്ക് ഒട്ടും പഞ്ഞമില്ല. സമസ്തക്കാരുടെ വീക്ഷണപ്രകാരം ഏത് തമ്മാടിക്കും താന്തോന്നിക്കും വലിയാകാം, അവൻ കാണിക്കുന്ന എന്ത് കോപ്രായങ്ങളും കറാമത്തുമാകാം. ഇത്തരത്തിൽ തമ്മാടിയായി താന്തോന്നിയായി കുഫ്രിയത്തും ചെയ്ത് പതിറ്റാണ്ടുകളോളം സമസ്തയുടെ അനുയായികളെ വഞ്ചിച്ച് ജീവിച്ച ഒരുത്തനാണ് ബീരാണ്ടി എന്ന് വിളിക്കപ്പെടുന്ന ബീരാൻകുട്ടി. ആ ബീരാണ്ടിയുടെ ചില ചെയ്തികളെക്കുറിച്ചും ആ ചെയ്തികൾ സമസ്തക്കാർ വലിയായി കൊണ്ടു നടക്കുന്ന മറ്റാരുടെയെങ്കിലും ജീവിതത്തിൽ ഉണ്ടോ എന്നതിനെക്കുറിച്ചുമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇൻഷാ അള്ളാഹ്. ആദ്യമായി ഈ ബീരാണ്ടിയെ കുറിച്ച് കെ സമസ്തയുടെ പ്രമുഖ എഴുത്തുകാരനും പണ്ഡിതനുമായ ഉമർ ദർസി തച്ചണ്ട തന്നെ വിശദീകരിക്കുന്നത് കേൾക്കുക. അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞ്, മുല്ലരെ ഇരിക്കട്ടോ, ഞാൻ കുറച്ച് പെണ്ണുങ്ങൾ അവിടെ അകത്തുണ്ട്, ഓരോന്നാണ് പിരിച്ചുവിടട്ടെ. അപ്പം ഞങ്ങളുടെ ഒരു തയ്യാറിയിൽ നിൽക്കുകയാണ്, അകത്തൊക്കെ നമുക്ക് കാണാം. ഇങ്ങനെ പെണ്ണുങ്ങൾ ഓരോരോ പരാതി മൂപ്പരോട് പറയുന്നുണ്ട്. അപ്പൊ ഞാനിത് പരാതി വരെ മൂപ്പര് ഓരോരുത്തരോട് ദേഷ്യം പിടിക്കുന്നുണ്ട്, ചിലരോട് നല്ല നിലക്ക് പറയുന്നുണ്ട് ഒക്കെ ഉണ്ട്. ഞാനൊന്ന് അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അഴുതുമില്ല കാണാൻ കഴിഞ്ഞ കാഴ്ച, പരിശുദ്ധമായ ഖുർആനിൽ മുസാഫ് നിലത്ത് വെച്ചിട്ട് ആ മുസാഫിമ കയറി നിന്നിട്ടാണ് ഇയാൾ സംസാരിക്കുന്നത്. പെണ്ണുങ്ങൾ പ്രത്യേകിച്ചൊരു മുസാഫിന്റെ കണ്ട എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് ഉമ്മ വെച്ച് കഴുകി വൃത്തിയാക്കി ആ കഷ്ണം കിണറ്റിലോ കുളത്തിലോ ഒക്കെ കൊണ്ടുവരുന്ന ഒരു പ്രകൃതി എല്ലാവരും ചെയ്യേണ്ടത്, ബഹുമാനിക്കേണ്ടത്. പക്ഷെ സ്ത്രീകൾ പ്രത്യേകിച്ച് ചെയ്യും. അപ്പൊ ആ സ്ത്രീകളുടെ മുമ്പിൽ മുസാഫിന്റെ മുകളിൽ കയറി നിന്നാൽ ഇദ്ദേഹം ഈ മുസാഫിനെക്കാളും ഖുർആാനിനേക്കാളും പദവിയുള്ള ആളാണ് എന്ന് ഇവർ ധരിക്കും. അതിനു വേണ്ടിയിട്ട് എനിക്കെന്റെ രോമൊക്കെ എടുത്തെണീറ്റിട്ടുണ്ട്. എണീറ്റുന്ന രോമത്തിനോടൊക്കെ തൽക്കാലം അവിടെ ഇരിക്കാൻ പറയും. അങ്ങനെ നിങ്ങൾ ഔലിയാക്കളെ ഓരോ കാട്ടിക്കൂട്ടിൽ കാണുമ്പോൾ നിങ്ങളെ രോമം എണീക്കാൻ തുടങ്ങിയാൽ നിങ്ങളെ രോമത്തിന് കെടുക്കാൻ നേരം ഉണ്ടാവില്ല. കുറച്ച് കാര്യങ്ങൾ പറയണ്ട്. അപ്പൊ ഇദ്ദേഹം പറയുന്നത്, ഈ ബീരാണ്ടിയുടെ മഹലിൽ ഇദ്ദേഹം ജോലി ചെയ്തിരുന്ന കാലത്ത് ബീരാണ്ടിയെ കുറിച്ച് ഇങ്ങനെ പലതും കേട്ടപ്പോൾ അയാളെ കാണാൻ വേണ്ടി പോയപ്പോണ്ടായ അനുഭവമാണ് ഈ വിശദീകരിക്കുന്നത്. എന്താണ് സംഭവം? അവന്റെ വീട്ടിൽ ചെന്നപ്പോ ഈ ബീരാണ്ടി എന്ന് പറയുന്ന ഈ ശൈത്താൻ, ഈ ദജ്ജാല് പരിശുദ്ധ ഖുർആനിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ടാണ് സ്ത്രീകളോട് സംസാരിക്കുന്നത്. എന്തിനു വേണ്ടി? ഖുർആനിനേക്കാളും മഹത്വമുള്ളവൻ ഞാനാണ് എന്ന് കൗമിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അവൻ ചെയ്യുന്ന തോന്നിയാസാണത്. ഒരല്പമെങ്കിലും ഈമാൻ ഉള്ളിലുള്ളവനാണെങ്കിൽ എന്താ ചെയ്യുക? ഇത് കാണുമ്പോൾ ചവിട്ടിയിട്ട് അവന്റെ അടിനാഭി കലക്കൂലെ, അല്ലെങ്കിൽ അവന്റെ കാലിന്റെ മുട്ടി ചവിട്ടി പൊട്ടിക്കൂലെ. പക്ഷെ സമസ്തന്റെ ഈ കൗമുണ്ടല്ലോ, ഈ ബീരാണ്ടിന്റെ അനുയായികളായ ശുപ്പാണ്ടിമാര്, ഈ ശുപ്പാണ്ടിമാരെന്ത് ചെയ്ത് ഭക്തിയോടുകൂടി അത് കണ്ടു നിന്നു. ഇവരെ ശുപ്പാണ്ടിമാരി എന്ന് വിശേഷിപ്പിക്കാൻ കാരണം, പണ്ട് ഈ ബാലരമ ചിത്രകഥയിൽ ഉണ്ടായിരുന്ന ശുപ്പാണ്ടി എന്നുള്ളൊരു കഥാപാത്രം, മണ്ടത്തരം മാത്രം പറയുകയും മണ്ടത്തരം മാത്രം ചെയ്യുകയും ചെയ്യുന്ന ഒരു കഥാപാത്രം. ആ ശുപ്പാണ്ടി എന്ന് പറയുന്ന കഥാപാത്രത്തിനോടാണ് ഈ സമസ്തയുടെ ഈ അനുയായികൾക്ക് സാമ്യം. ഏത് അനുയായികള്? ഈ ഔലിയാക്കൾ എന്ന് പറഞ്ഞു നടക്കുന്ന ഈ തമ്മാടികളുടെ മൂടും മണത്ത് അവരുടെ മൂട്ടിലൂടെ നടക്കുന്ന, അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഭക്തിയോടുകൂടി നോക്കിക്കാണുന്ന ഈ അന്തം കെട്ട ശൈത്താനിയത്ത് ബാധിച്ച ഈ അനുയായികളുണ്ടല്ലോ, അവർക്ക് ഈ ശുപ്പാണ്ടിയോടാണ് സാമ്യം. അത്രയും മണ്ടന്മാരാണ് അവര്. ഏതായാലും ഈ ശൈത്താൻ പരിശുദ്ധ ഖുർആനിന്റെ മുകളിൽ കയറി നിന്നു. അത് കണ്ടു നിന്നു ഈ അനുയായികള്. എന്തുകൊണ്ടാണ് അവർക്ക് കണ്ടു നിൽക്കേണ്ടി വരുന്നത്? അതെല്ലാം ഭക്തിയോടുകൂടി അവർ നോക്കിക്കാണുന്നു. എന്തുകൊണ്ട്? കാരണം ഇവർ പഠിപ്പിച്ചിട്ടുണ്ട്, ഷെയ്ഖ് എന്ത് ചെയ്താലും എന്ത് തോന്നിയാസം ചെയ്താലും നമ്മളത് അതുപോലെ അനുസരിക്കണം, നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല, അത് നല്ല രീതിയിൽ കാണണം. കേട്ടോളി. അങ്ങോട്ട് സ്നേഹിക്കുക തന്നെ. സ്നേഹിച്ചവന് പിന്നെ അതിൽ നിന്ന് മാറേണ്ടി വരില്ല. മാറേണ്ടി വരുന്നുണ്ടെങ്കിൽ സ്നേഹം ശരിയല്ല എന്നാണ് അതിന്റെ അർത്ഥം. കണ്ടോ നിങ്ങൾ, ഒരാൾ ഒരു ഷെയ്ഖിൽ വിശ്വസിച്ചു. നമ്മൾ കാണുന്ന കാലത്ത് ഷെയ്ഖവറുകളിൽ നല്ല തലപ്പാവുണ്ടായിരുന്നു, നല്ല താടി ഉണ്ടായിരുന്നു, നല്ല വഅദ് പറയുന്ന കാലമായിരുന്നു.
ആ കാലത്ത് അത് കണ്ടൊരാൾ വിശ്വസിച്ചു. അപ്പൊ ഇവന്റെ വിശ്വാസം ശൈഖ് അവറുകളുടെ ശൈലിയിലാണ്, വേഷത്തിലാണ്. നല്ല തലപ്പാവ്, നല്ല വഅദ് പറയുന്നു, അതുപോലെ തന്നെ നല്ല താടി കാണുന്നു. ഇത് കണ്ടിട്ട് വിശ്വസിച്ച ഒരാള് കാലങ്ങൾ കഴിഞ്ഞു ശൈഖ് അവറുകളുടെ കൂടെ നിന്നപ്പോ ഒരു ദിവസം ശൈഖ് അവറുകളെ തലപ്പാവ് അങ്ങ് വേണ്ടാന്ന് വെച്ചു. അവർക്ക് എന്തും ചെയ്യാൻ. താടിയും വേണ്ടാന്ന് വെച്ചു. സങ്കല്പിച്ചോളൂ. നേരത്തെ ഇവൻ കണ്ട വഅദ് പറയുന്ന ശൈലി ഒഴിവാക്കി അവര് ഖവാലി അങ്ങ് തുടങ്ങി, പാട്ട് തുടങ്ങി. അപ്പൊ നേരത്തെ ഇത് കണ്ട് വിശ്വസിച്ചവനാണെങ്കിൽ ഓൻ പെടും. കാരണം ഓൻ വിശ്വസിച്ചത് എന്തിനാണോ അതൊന്നുമല്ല. അതാ ശരാനിമാൻ പറഞ്ഞേ, വെറും വിശ്വാസം എന്ന് പറഞ്ഞിരിക്കല്ല, ഈ അങ്ങ് മുഹിബായി കൂടൂ. മുഹിബല്ലി ശൈഖിഹി, ശൈഖ് അവറുകളെ നമുക്ക് അല്ലാഹു തന്നു, നമുക്ക് ബോധ്യപ്പെട്ടു ആദ്യത്തെ കാഴ്ചയിൽ തന്നെ ഇവർ വലിയും മിൻ ഔലിയ ഇല്ല, അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു ഉന്നത മഹാനാണ്, ഇവർ സാധാരണക്കാർ അല്ല എന്ന് നിനക്ക് ആദ്യ കാഴ്ചയിൽ തന്നെ ബോധ്യപ്പെട്ടു. നീ മുന്നോട്ട് പോയി, നീ അവരെ സ്നേഹിക്കാൻ തുടങ്ങി. ആ സ്നേഹം അങ്ങോട്ട് അഴിച്ചിടൂ, പരിധികളില്ലാത്ത സ്നേഹം അങ്ങ് കൊടുത്തേക്കൂ. എങ്കിൽ പിന്നെ എവിടെയും നിനക്ക് അവിശ്വസിക്കേണ്ടി വരില്ല. ആ സ്നേഹത്തിലായി നിനക്ക് കഴിഞ്ഞുകൂടാ. അവർ അവരുടെ അഹ്വാലുകളും മഖാമും അനുസരിച്ച് സംസാരിക്കും, അവർ ചെയ്യും, അതൊക്കെ അവരെ ഇഷ്ടമാണ്. എല്ലാ കാലത്തും നീ വിചാരിച്ചതുപോലെ അവരാകണം എന്ന് പറഞ്ഞാൽ നടക്കൂല. അത് കേട്ടല്ലോ, ഇത് ബീരാണ്ടി ദജ്ജാലിനെ പോലെ വേറെ ദജ്ജാല്, കുരുവട്ടൂരി ദജ്ജാല്. അപ്പൊ എന്താ പറഞ്ഞത്? ആണ്ട് സ്നേഹിക്കന്നെ ഷെയ്ഖിനെ, പരിധിയില്ലാത്ത സ്നേഹം, ആണ്ട് സ്നേഹിക്കന്നെ. അങ്ങനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ഷെയ്ഖ് എന്ത് തോന്നിയാസം ചെയ്താലും എനിക്ക് സംശയം ഒന്നും തോന്നൂല. ഇത് മരപ്പൊട്ടൻ ശുപ്പാണ്ടി മുരിയതാണല്ലോ, ഒന്നും തോന്നാൻ പാടില്ലല്ലോ. അങ്ങനെ ആവുമ്പോ ഷെയ്ഖ് എന്ത് ചെയ്താലും നല്ല കാര്യങ്ങളേ തോന്നുള്ളൂ. അത്രയും കാലം ഷെയ്ഖിന് തലപ്പാവ് ഉണ്ടായിരുന്നു, തലപ്പാവാണ്ട് ഊരി വലിച്ചെറിഞ്ഞു. പിന്നെ ട്രൗസറാണ്ട് ഊരിട്ട് തലയിലാണ് കൗത്തി. അപ്പൊ എന്ത് ചെയ്യണം? അതിനെ എതിർക്കാൻ നിൽക്കരുത്, അല്ലാഹു അക്ബർ തക്ബീർ അല്ലി പാസാക്കി കൊടുക്കണം. കാരണം എന്താ? അവർക്ക് എന്തും ചെയ്യാലോ. അത്രയും കാലം ഖുർആൻ ഓതിയിരുന്ന അവർക്ക് പിന്നെ ഖുർആൻ നിലത്തിട്ട് ചവിട്ടാ. അത്രയും കാലം നിസ്കരിച്ചിരുന്ന അവർക്ക് പിന്നെ നിസ്കാരം ഒഴിവാക്കാം. അത്രയും കാലം നോമ്പ് നോറ്റിരുന്ന അവർക്ക് നോമ്പ് മുറിപ്പിക്കാം, നോമ്പില്ലാതെ നടക്കാം, എല്ലാം ചെയ്യാം. അത്രയും കാലം വയല് പറഞ്ഞിരുന്ന ഷെയ്ഖ് പിന്നെ വയലൊക്കെ നിർത്തിയിട്ട് ഡിസ്കോ ഡാൻസും കവാലിയും കൂത്താട്ടായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അത് വിശ്വസിക്കണം. കാരണം ഷെയ്ഖ് എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും വിശ്വസിക്കണമല്ലോ, അംഗീകരിക്കണമല്ലോ. കാരണം എന്താ? അവർ ഷെയ്ഖന്മാരെന്ന് പറഞ്ഞാൽ അവരുടെ അഹ്വാൽ അനുസരിച്ച് എന്തും ചെയ്യും, എന്തും പറയും. അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. അല്ല ഇങ്ങനെ വിചാരിക്കണം കാലാകാലം അന്റെ ഇഷ്ടത്തിനനുസരിച്ച്. അന്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ദീനിന്റെ ഇഷ്ടത്തിനനുസരിച്ച്. ദീൻ കണ്ടുകാണ്ടാണോ ഈ മരപ്പൊട്ടന്റെ പിന്നാലെ കൂടിയത്. ഇപ്പം വലിയ ദീനിന്റെ ഷെയ്ഖാണെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഇജെന്ത് വിചാരിച്ച് നടക്കരുത്, ദീനനുസരിച്ച് ഷെയ്ഖ് ജീവിക്കണം എന്ന് വിചാരിക്കരുത്. അത് ഓല ഇഷ്ടമാണ്, ഓല തോന്നിമാര് ജീവിക്കും എന്നാണ് ഇവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഇവർ പഠിപ്പിക്കുന്നതല്ല, ഷാറാനി പറഞ്ഞത്രേ. ഇവർക്കൊരു ഷാറാനി ഉണ്ട്, ഒരു നബുഹാനി ഉണ്ട്. ഈ രണ്ട് ആനിമാരെ കൊണ്ടാണ് ഈ സമസ്ത ഇക്കോലത്തിലായത്. ഈ രണ്ട് ആനിമാരെ വലിച്ചെറിയാതെ സമസ്ത നന്നാവുമെന്ന് തോന്നണില്ല. അപ്പൊ സുഹൃത്തുക്കളെ, ഈ ഷെഹറാനിന്റെയും ഈ നബുഹാനിന്റെയും ഈ പീറ കിതാബുകൾ അത് വായിച്ച് വഷള് പറയുന്ന ഇതുപോലെയുള്ള കുട്ടിപ്പുരോഹിതന്മാരുടെ മുന്നിൽ ചമ്രം പടിഞ്ഞിരുന്ന് മൂടും മൂർദാവും മരവിച്ച ഒരു കൗമാണ് ഈ സമസ്തയുടെ കൗമ്. അവരുടെ മുമ്പിൽ ബീരാണ്ടിക്ക് ഖുറാന്റെ മുകളിൽ കേറി നിൽക്കൂലേ? അതിനുള്ള തൊലിക്കട്ടി അവർക്ക് കിട്ടൂലേ? എന്തും അംഗീകരിച്ചോളൂലോ. കഴിഞ്ഞില്ല. ബീരാണ്ടിയെ കുറിച്ച്, ബീരാണ്ടിയുടെ വിശേഷങ്ങളെ കുറിച്ച് ഉമർ ദർശി തച്ചണ്ണ തന്നെ വിശദീകരിക്കട്ടെ. ആ ഇടക്ക് അദ്ദേഹം അവിടെ നാട്ടുകാരോടൊക്കെ പറയും, ഞാൻ 41 തടിയുള്ള മനുഷ്യനാണ്, ഞാൻ മക്കയിലും മദീനയിലും അവിടേക്കാണ് ജുമാക്ക് കൂടുതൽ എന്നാ പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഞാൻ അവിടെ നിന്ന് അദ്ദേഹത്തെ ഒന്ന് സന്ദർശിച്ച് ഈ ക്യാമ്പയിൻ പ്രസംഗിക്കാൻ പോകുന്ന ഒരാൾ എന്ന നിലക്ക് അദ്ദേഹത്തിനെ സംബന്ധിച്ചൊന്നും അടുത്തറിയാൻ എന്ന ഉദ്ദേശത്തിൽ ഞാൻ പോയി എൻ്റെ 2-3 കൂട്ടുകാരെയും കൂട്ടിയിട്ട്. അപ്പൊ ബീരാണ്ടി നിസ്കരിക്കലില്ലല്ലോ. നിസ്കരിക്കാതിരിക്കാനുള്ള കാരണം ബീരാണ്ടി എന്താ പറഞ്ഞത്? ഓന് 41 തടിയാണ്, അത് മക്കയിലും മദീനയിലൊക്കെ നിസ്കരിക്കുന്നുണ്ടാവും, എനിക്ക് ഇവിടുത്തെ തടി നിസ്കരിക്കേണ്ട കാര്യമില്ല. അതാണ് വലിയൊരു പരാതി. അതെന്തോടോ ബീരാണ്ടിക്ക് 41 തടി ഉണ്ടായിക്കൂടെ? നിങ്ങൾ ഔലിയാക്കൊക്കെ 40, 400, 4000 തടി ഉണ്ടല്ലോ. ബീരാണ്ടിക്ക് 40 തടി ഉണ്ട്, നിങ്ങൾക്ക് എന്താ മുടക്ക്? നിങ്ങൾ ആരും റേഷൻ കാർഡിൽ ബീരാണ്ടിന്റെ 40 തടിന്റെ പേര് ചേർക്കണ്ടല്ലോ, നിങ്ങളാരും ചെലവിനും കൊടുക്കണ്ടല്ലോ. ബീരാണ്ടിക്ക് 40 തടിയുള്ള അപ്പൊ നിങ്ങളെ പ്രശ്നം. അപ്പൊ നിങ്ങളെ മടവൂരിന് എത്ര തടിയാ? നിങ്ങളെ മടവൂര് നിസ്കരിക്കാതിരിക്കാനുള്ള കാരണം പറഞ്ഞിരുന്നത് ഇത് തന്നെയല്ലേ? കേട്ടോളി. ശൈഖുനക്ക് എത്ര ശരീരമാ ഉള്ളത്? വൈദ്യുതി തങ്ങൾ ഉപ്പാപ്പ നേരിട്ട് വന്നതാ, ഓരോട് നേരിട്ട് ശൈഖുന പറഞ്ഞതാ 70ഓളം ശരീരമുണ്ട് എനിക്ക് എന്നുള്ളത്. തർക്കിക്കണ്ട, അവിടെയും ഇവിടെയും ഞാനുണ്ട്.
മിൻഹാജ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ ഇപ്പോ പറഞ്ഞില്ലേ, ഒന്നിലധികം ശരീരമുള്ള ദർജയിലേക്ക് ഒരു മഹാൻ വലിയ ഒരു ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം നിസ്കരിക്കുന്നില്ലേ നോക്കിയിട്ട് നമ്മളെ ബുദ്ധി വെറുതെ പുണ്ണാക്കണ്ട, അതിന്റെ പിന്നാലെ നടന്ന് നമ്മൾ നശിച്ചു പോകണ്ട. അവർ അള്ളാഹുലേക്ക് അടുത്തടുത്ത് ഒന്നിലധികം ശരീരമുള്ള മർത്തബയിലേക്ക് എത്തിയിട്ട് പിന്നെ ഇഞ്ഞെന്തിനാ കൂടുതൽ നോക്കി നിൽക്കുന്നത്? അവരുടെ ഒരു ശരീരം എവിടുന്നെങ്കിലും നിസ്കരിച്ചാൽ തന്നെ അതിന്റെ കടപ്പാട് വീടിയില്ലേ, പിന്നെ നീ എങ്ങനെ ഇതിന്റെ പിന്നാലെ നടന്നിട്ട് എന്ത് കാര്യമാണുള്ളത്? ആ ഷെയ്ഖുനക്ക് എത്ര തടിയാണുള്ളത്? വൈലുത്തൂർ പാപ്പ നേരിട്ട് പറഞ്ഞതാ. നിങ്ങളെ വൈലുത്തൂർ പാപ്പാൻ്റെ അടുത്തേക്ക് ഞാൻ വരുന്നുണ്ട് ഇൻഷാ അല്ലാ, അതിന്റെ കോലം എന്താന്നുള്ളത്. അപ്പൊ നിങ്ങളെ മുഴുവട്ടനായ മടവൂരിന് 70 തടി ഉണ്ടെങ്കിൽ അരവട്ടനായ ബീരാണ്ടിക്ക് 40 തടി ഉണ്ടാവൂലേ? എന്താ അതിന് കുഴപ്പം? എന്താ അതിന് തടസ്സങ്ങളെന്ന് പറയും. എന്നിട്ട് പറയാണ് ഔലിയാക്ക് ഇഷ്ടം പോലെ തടി ഉണ്ടാവും, അത് നിസ്കരിക്കണ്ടോ അല്ലയോ നോക്കിയിട്ട് നമ്മൾ തല ഉണ്ടാക്കണ്ടാന്ന്. അവർ ഏതെങ്കിലും ഒരു തടി നിസ്കരിച്ചാൽ മതി. മിൻഹാജിൽ പറഞ്ഞിട്ടുണ്ട് അത്രേ, മതിയല്ലോ. എന്തൊരു അപകടകരമായ വാദമാണ് ഈ പറയുന്നത്. 40 തടിയുള്ള ഒരാള് 70 തടിയുള്ള ഒരാള് അയാൾക്ക് ഒരു തടിക്ക് മാത്രമേ ശരീഅത്ത് നിയമങ്ങൾ ബാധകമുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരീഅത്ത് നിയമങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുള്ള നിസ്കാരം, അത് ഒരു തടിക്ക് മാത്രമേ ബാധകമുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ തടിക്കും എന്ത് തോന്നിയാസും ചെയ്യാന്ന് വന്നില്ലേ? ബാക്കിയുള്ള എല്ലാ തടിക്കും നിസ്കാരം നിർബന്ധമില്ല, നിസ്കരിക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ തെറ്റ്. ഇസ്ലാമികപരമായി നിസ്കാരം ഒഴിവാക്കാറ് മനഃപൂർവ്വം ഒഴിവാക്കി കഴിഞ്ഞാൽ കാഫിറാണ്. അപ്പൊ ബാക്കിയുള്ള എല്ലാ തടിക്കും നിസ്കാരം ഒഴിവാക്കാം എന്ന് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള തടിക്ക് വ്യഭിചരിച്ചൂടെ, കള്ളു കുടിച്ചൂടെ, പലിശക്ക് കൊടുത്തൂടെ, മറ്റുള്ളവന്റെ മുതൽ കവർന്നെടുത്തൂടെ? എന്ത് തോന്നിയാസാണ് ബാക്കിയുള്ള തടിക്ക് ചെയ്യാൻ പറ്റാത്തത്? എന്താ അതിന് തടസ്സം? ഈ ഒരു തടിക്ക് മാത്രമേ ശരീഅത്ത് നിയമങ്ങൾ ബാധകമുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള 69 തടിക്കും എന്ത് തോന്നിയാസം ചെയ്തൂടെ? ശുപ്പാണ്ടി ഖുറാഫി ഈ പറ, ഇതൊക്കെ പറയണവൻ പറയും തിന്നാനോ മൂക്കുമുട്ട മുണുങ്ങാനോ അതിന് ഈ തടിനെ വേണം കേട്ടോളി. അങ്ങനെ ആ സൈദാർ പള്ളിയിൽ അടക്കടന്നു ഒരു പൂട്ടി ഓർ പോയി. അങ്ങ് വന്ന് എല്ലാം കഴിഞ്ഞ് വന്നപ്പോ മൂപ്പരാർ തന്നെ ഉണ്ട്. ശേഖനാന്റെ അടുത്ത് വന്ന് ഭക്ഷണം വേണം, അതിന് നമുക്ക് കുഞ്ഞുക്കോത്തങ്ങളെ വീട്ടിൽ പോകാം. എന്താ പോയി പറഞ്ഞറിയോ? അസൈനാർ പള്ളി എന്ന് പറഞ്ഞ നിസ്കാര പള്ളിയില് ജുമാന്റെ ദിവസം ഇയാൾ മിഹ്റാബിൽ കിടന്നുറങ്ങി. മടവൂര് ആ പള്ളിയിൽ മുഅദ്ദിന് ജുമാക്ക് പോയി, ഇയാൾ അവിടെ കിടന്നുറങ്ങി. ജുമാ കഴിഞ്ഞ് മുസ്ലിയാർ വന്നപ്പോൾ ഇയാൾ മിഹ്റാബ് കിടക്കാണ്. എന്താ കാര്യം? ഷെയ്ഖുനാന്റെ 69 തടി ബാക്കിയുള്ള സ്ഥലത്ത് നിസ്കരിക്കുണ്ടാവും, ഈ തടിക്ക് നിസ്കാരം ബാധകല്ല. അപ്പൊ ഈ മൂല്യര് ചോദിച്ചാലോ ഭക്ഷണം കഴിക്കണ്ടേ? ആ ഭക്ഷണം വേണം, അത് ബാക്കി 69 തടി കഴിച്ചാൽ പോരാ, അത് ഈ തടി തന്നെ കഴിക്കണം. ആ കുഞ്ഞിക്കോയക്കാന്റെ പേരേക്ക് പോവാൻ. അപ്പൊ എന്താ ഈ തെണ്ടി തിരിഞ്ഞിടക്കണം? ഈ 69 തടിക്ക് ആ ഭാഗത്തൊന്നും തിന്നാൻ കിട്ടാനില്ല തന്നെ. ഒരു തടി മക്കത്തുണ്ടാവുമല്ലോ, ഒരു തടി മദീനത്തുണ്ടാവും. ആ മക്കത്തും മദീനത്തും ഫ്രീ ആയിട്ട് ആ ഹറമിന്റെ പരിസ്ഥിതി എത്ര ഭക്ഷണം കിട്ടും? അവിടുന്ന് മുണുങ്ങിക്കൂടെ? വെട്ടി മുണുങ്ങാന് നാട്ടിലുള്ള ഈ തടി. എന്ത് ഹമാക്കത്തുകളാണോ നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങളെ കൗമ മുഴുവൻ സുപ്പാടിമാരാന്ന് വിചാരിച്ചിട്ട് ഈ കേട്ടിക്കണ സമുദായത്തിലുള്ള ബാക്കിയുള്ള എല്ലാവരും അതാ നിങ്ങൾ വിചാരണം തന്നെ. എന്നാ നിങ്ങൾക്ക് ഇനി ബോധം വെക്കുക, ഈ തിരിച്ചറിവ് എന്നാ വെക്കുക? നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇനി ബീരാണ്ടിന്റെ കഥ ഉണ്ടല്ലോ, 40 തടിയാണ്, ഒന്ന് മക്കത്ത് സ്കരിക്കുണ്ടാവും, മദീനത്ത് സ്കരിക്കുണ്ടാവും എന്ന് ബീരാണ്ടി പറഞ്ഞപ്പോ മൂപ്പരോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, കേട്ടോളി. പിന്നെ മൂപ്പര് എൻ്റെ അടുത്ത് വന്നവിടെ ഇരുന്ന് അപ്പൊ ഞാൻ ചോദിച്ചു, കഴിഞ്ഞ വെള്ളിയാഴ്ച നിങ്ങളാണോ തെക്കേ തലക്കല പള്ളിയിൽ ജുമാക്ക് ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ എന്താ മൂല്യം നിങ്ങൾ അങ്ങനെ ചോദിക്കാന്? ഞാൻ പറഞ്ഞു, ഞാൻ മിഹ്റാബിലിക്കുന്ന ആളല്ലേ. ആൾക്കാർ പറഞ്ഞു ഒരാള് പുതിയ ഒരാള് ജുമാക്ക് വന്നിനി, ഒരു പരിചയമില്ലാത്ത ഖുതുബ കയ്യാൻ നേരത്തെ കയറി വന്നത് ഏത് വാതിൽക്കാണ് നിങ്ങൾ കയറിയെന്നുള്ള ഔത്തേപ്പള്ളിയിൽ എത്തിയപ്പോ കണ്ടത്. സലാം വീട്ടിയപാട് ഇറങ്ങിപ്പോയി ചെയ്ത് ഇങ്ങനെ എയിലെ പോയതൊന്നും കാണുന്നില്ല. അദ്ദേഹത്തിന് ചേരും പോലെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു തന്ന രൂപവും ഭാവവും ഒക്കെ പറഞ്ഞു നോക്കുമ്പോ നിങ്ങളെ മാതിരി ഉണ്ട്. തരീക്കെട്ടും മറ്റൊക്കെ പറഞ്ഞു. തരീക്കെട്ട് എന്ന നാടന്മാരും കാരണന്മാരും മണ്ട ഒഴിവാക്കി കെട്ടുന്ന കെട്ടുണ്ടല്ലോ, ആ കെട്ടാണ് ആ പോട്ടർമാരെ കെട്ട്. അപ്പൊ മൂപ്പരെ വലുതാക്കി പറയാനുള്ളത്, അത് ഞാൻ തന്നെ. എനിക്ക് 41 തടിയാണുള്ളത്. അപ്പൊ ഞാൻ മക്കത്തും മദീനത്തും ബൈത്തുൽ മുഖദ്ദസിലും എല്ലായിടത്തും ഞാൻ കൂടും. അങ്ങനെ ഒരു തടി ഇവിടെയും വന്നാണ്, നിങ്ങളെ പള്ളിയിലും വന്നതാണ്. ഇപ്പൊ ഞാൻ ചോദിച്ചു, അൽഹംദുലില്ലാ, എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു തടി വാക്കാലൂർ വെച്ചൂടെ? വാക്കാലൂർ നിങ്ങൾ കൂടുതലില്ലല്ലോ, ഇതവിടെ വെച്ച് ബാക്കി 40 എണ്ണം പുറത്തേക്ക് പറഞ്ഞയച്ചാ പോരേ? ചോദ്യമൊക്കെ നല്ല ചോദ്യമാണ് മുസ്ലിയാരെ, പക്ഷെ ഇത് ഇത്രയും കാലം സലഫികൾ നിങ്ങളോട് ചോദിച്ച ചോദ്യമാണ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇയാൾ ഈ ബീരാണ്ടി പറഞ്ഞത്രേ, എനിക്ക് 41 തടിയാണ്, ഞാൻ അവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും, മക്കയിലുണ്ടാവും, മദീനത്തുണ്ടാവും, ബൈത്തുൽ മുഖദ്ദസിലുണ്ടാവും എന്ന് പറഞ്ഞപ്പോ ഈ ഉസ്താദ് ചോദിച്ചു എന്നാണ്, എന്ത്
എന്നാ ഒരു തടി നിങ്ങളെ മഹല്ലായ വാക്കാലൂരിൽ നിസ്കരിച്ചൂടെ? അവിടെ നിങ്ങളെ കാണില്ലല്ലോ. ഇതിനെന്താ പ്രശ്നം? ഞങ്ങൾ ചോദിക്കട്ടെ, നിങ്ങളെ മടവൂരിന് 40 തടിയും 400 തടിയും 70 തടിയും 700 തടിയൊക്കെ ഉണ്ടല്ലോ. മടവൂർ ഇവിടെ നിസ്കരിക്കലില്ലല്ലോ. അത് ചോദിക്കുമ്പോൾ നിങ്ങൾ പറച്ചിലെന്താണ്? മക്കത്ത് നിസ്കരിക്കുണ്ടാവും, മദീനത്ത് നിസ്കരിക്കുണ്ടാവും. എന്നാ പിന്നെ അതിൽപ്പെട്ട ഒരു തടി മടവൂരിൽ നിസ്കരിച്ചൂടെ? ഈ ചോദ്യം മടവൂരിന് ബാധകല്ലേ? നിങ്ങളെ ബീരാണ്ടിക്ക് മാത്രമല്ലല്ലോ, നിങ്ങളെ മടവൂരാണ്ടിക്കും ബാധകല്ലേ? എന്താ ബീരാണ്ടിക്ക് മാത്രം എന്താ ഇസ്ലാമിലൊരു നിയമം? അങ്ങനെ ഉണ്ടോ? നിങ്ങളെ മടവൂരാണ്ടിക്ക് എന്ത് തോന്നിയാസം ചെയ്യാം, ബീരാണ്ടിക്ക് അത് ചെയ്യാൻ പറ്റില്ല നിയമമുണ്ടോ? നിങ്ങൾ തോന്നുമ്പോ ഓരോന്നും പറയുമ്പോൾ അത് വിശ്വസിക്കാനുള്ള സമുദായം. ഇത് കത്തനാര് പറഞ്ഞാൽ ക്രിസ്ത്യാനിക്ക് മതമായിരിക്കും, പക്ഷെ മുസ്ലിയാർ പറഞ്ഞാൽ മുസ്ലിമിന് മതമല്ല. നിങ്ങൾ ഓരോ സമയത്തും ഓരോന്നും പറയാ, ഓരോരുത്തർക്കും ഓരോ നിയമം. ബീരാണ്ടിക്ക് ഒരു നിയമം, മടവൂരാണ്ടിക്ക് വേറെ നിയമം. അതില്ല ഇസ്ലാമിൽ. ഇസ്ലാമിൽ ഒരു ഒറ്റ നിയമമുള്ളൂ. അത് ബീരാണ്ടിക്കും ബാധകാണ്, മടവൂരാണ്ടിക്കും ബാധകാണ്, കാന്തപുരത്തിനും ബാധകാണ്, എല്ലാവർക്കും ബാധകാണ്. മനസ്സിലായോ? കഴിഞ്ഞിട്ടില്ല. ഇനി ഈ ബീരാണ്ടി കാഫറാണ് അവര് പറയണത്. ഇവര് പറയാണ് ബീരാണ്ടി കാഫറാണ്. എന്താണ് കാഫറുള്ള കാരണം? വേറൊരു സക്കാഫി പറയട്ടെ. എന്തായിരുന്നു ബീരാണ്ടിയുടെ വാദം? അവന് നിസ്കരിക്കണ്ട, അവന് 40 തടിയാണ് പോയി. എന്നിട്ട് അവിടെ വരുന്നവരോട് പറയും നിങ്ങൾക്ക് നിസ്കാരം നിർബന്ധമല്ല, അവന്റെ അടുത്ത് എത്തിയ പിന്നെ നിസ്കാരമൊന്നും വേണ്ട. നോക്കൂ, നിങ്ങൾ നിസ്കാരത്തിന്റെ വുജൂബിനെ നിഷേധിച്ചാൽ കാഫിറല്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, അങ്ങനെ ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തേതാണ് നിസ്കാരം, അല്ലേ? ആ നിസ്കാരത്തെയാണ് നിഷേധിച്ചിട്ടുള്ളത്. നിസ്കരിക്കൂല എന്ന് മാത്രമല്ല, അവന്റെ അടുത്തേക്ക് പോകുന്നവരെ നിങ്ങൾക്ക് നിസ്കാരം നിർബന്ധമല്ല എന്ന് പറഞ്ഞ് അവരെ കൂടി മുടക്കുന്ന ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവല്ലേ ഇവൻ? അപ്പൊ ബീരാണ്ടി കാഫറാണ്. എന്താ കാര്യം? ബീരാണ്ടിക്ക് 40 തടിയുണ്ട്, അതുകൊണ്ട് ഓന് നിസ്കാരം നിർബന്ധമല്ല എന്നോ പറയത്രേ. മാത്രല്ല ഓന്റെ അടുത്ത് വരുന്ന ആളുകളോട് ഓൻ പറയും നിസ്കാരം നിർബന്ധമല്ല എന്ന് പറയും. ഒരു സക്കാഫി ചോദിക്കാണ്, നിസ്കാരത്തിന്റെ ഉജൂബിനെ നിഷേധിച്ച കാഫറല്ലേ? ആണ്, എന്താ സംശയല്? പക്ഷെ അങ്ങനെ നോക്കുമ്പോ ബീരാണ്ടി മാത്രല്ലല്ലോ കാഫർ. വേറൊരു കാഫറിനെ പരിചയപ്പെടുത്തി തരാ, പച്ച കാഫറിനെ കണ്ടോളി. ഒരാള് നിൽക്കുന്നില്ല, എന്റെ വരുത്ത് വന്നതാ, എന്നെ കാണാൻ വന്നതാ. ഞാൻ നിൽക്കാതെ കഴിഞ്ഞു. അപ്പൊ ഞാൻ ഇയാളോട് ചോദിച്ചു, നമ്മളിപ്പോ ജമാഅത്തായി നിൽക്കും, നിങ്ങളിന്റെ ജമാഅത്തിനെയും കൂടെ. ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞ് നിൽക്കും എന്ന് പറഞ്ഞു ആദ്യം. പിന്നെ അവിടെയുള്ള ആൾക്കാരൊക്കെ പോയി ഒറ്റക്കായപ്പോ ഒന്നും കൂടെ കഷായം നിർദ്ദേശിച്ചു കൊണ്ടുവരണം. എനിക്ക് നിസ്കാരം ഉദ്യോഗില്ല, അല്ലെങ്കിൽ വാജിബില്ല, മടവൂര് നിശ്ചയിക്കണ്ട. അതാ പറഞ്ഞു, മടവൂര് മജ്ദൂബല്ലേ, മൂപ്പര് പറഞ്ഞുകൊണ്ട് നിശ്ചയിക്കാൻ പറ്റാം, അത് വിശ്വസിക്കാൻ പറ്റാം. മടവൂര് ചെയ്തില്ല. മടവൂരിന്ന് പറഞ്ഞു എനിക്ക് ജതുബൊന്നുമില്ല, ഞങ്ങൾക്ക് ജതുബുണ്ട് ആരെയും പറഞ്ഞത് തെറ്റാണ്, അവൻ ജതുബലൊന്നും പറഞ്ഞു. ജതുബിന്റെ കാര്യത്തിൽ അതും പറഞ്ഞൂടാ. ഇത് ആരാണ് സുഹൃത്തുക്കളെ പറയുന്നത്? ചില്ലറക്കാരനല്ല. കാന്തപുരം വിഭാഗത്തിൽ കാന്തപുരം കഴിഞ്ഞാൽ പിന്നെ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ. മൂപ്പര് പറയാണ്, മൂപ്പര് ഏതോ ഒരു സ്ഥലത്ത് നിന്ന് ഒരുത്തൻ നിസ്കരിക്കാതെ അങ്ങനെ നിൽക്കുകയാണ്, ജമാഅത്തിൽ കൂടാതെ നിൽക്കുകയാണ്. അപ്പൊ ചോദിച്ച് അന്വേഷിച്ച് വന്നു നോക്കുമ്പോൾ മൂപ്പര് പറഞ്ഞത്ര മടവൂര് നിസ്കരിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇസ്ലാം കാര്യങ്ങളിലെ 2ാമത്തെ കാര്യമായ നമസ്കാരം, അതിന്റെ ഉജൂബിനെ നിഷേധിച്ച ബീരാണ്ടി കാഫറാണെങ്കിൽ അതേ കാര്യം പറഞ്ഞ മടവൂര് മുസ്ലിമോ? ഇരട്ടത്താപ്പലോടോ? എങ്ങനെ മടവൂർ നിങ്ങൾ ഇസ്ലാമിന്റെ ബൗണ്ടറി തിരികെ കയറ്റുക? ബീരാണ്ടി കാഫറാണെങ്കിൽ മടവൂരും കാഫറാണ്. മാത്രമല്ല ബീരാണ്ടി ഒരു വട്ടം കാഫറാണെങ്കിൽ മടവൂര് 2 വട്ടം കാഫറാ. എന്തുകൊണ്ട്? കണ്ടോളി. അങ്ങനെ ഷെയ്ഖ് കുലി മൊയ്തീൻ സാഹിബിന്റെ വഫാത്തോടുകൂടെ മഹാനായ ഷെയ്ഖുന ഖുതുബുൽ ഹാല് ആകെ മാറി. സാധാരണ നീണ്ട നിസ്കാരങ്ങളും വളരെ ദീർഘമുള്ള സുജൂദുകളും തഹജ്ജുദും അങ്ങനെ തുടങ്ങി ധാരാളം ഇബാദത്തിൽ മുഴുകിയിരുന്ന ഷെയ്ഖുന ഫർദ് പോലും നിസ്കരിക്കുന്നത് ആരും കാണുന്നില്ല. റമദാനിൽ നോമ്പെടുക്കുന്നത് കാണുന്നില്ല. ചാലിലകത്ത് ഒരു റമദാനിൽ വന്ന് ചായ കുടിക്കുകയും അടുത്തുള്ള ഒരാൾക്ക് ബാക്കി കൊടുക്കുകയും ചെയ്തു. അയാൾ അതിന്റെ ബാക്കി റമദാനിന്റെ പകലിൽ കുടിച്ചു. സംഗതി വിവാദമായി. ഓക്കെ ഉസ്താദിന്റെ അടുക്കലെത്തി. ഉസ്താദ് ചോദിച്ചു, അവര് ആരോ ആവട്ടെ, ഇവന് വാങ്ങി കുടിക്കുമ്പോൾ അവനിക്ക് ബോധമില്ലായിരുന്നോ? ഇതാണ് ഓക്കെ ഉസ്താദ് ചോദിച്ചത്. എന്ന് പറഞ്ഞാൽ നമുക്ക് പിൻപറ്റാൻ പറ്റാത്ത, നമുക്ക് താങ്ങാൻ പറ്റാത്ത മഹത്തുക്കളെ നാം പിൻപറ്റരുത്. നമ്മൾ പഠിച്ച ലാഹിർ ശരീഅത്ത് അനുസരിച്ച് നമുക്ക് താങ്ങാൻ പറ്റുന്ന നിലക്കുള്ള മഹത്തുക്കളെയാണ് നാം പിന്തുടരേണ്ടത്. അല്ലാത്തവർ അവരുടെ ഹാല് നമുക്കില്ലാത്തത് കൊണ്ട് അവരെ ഇഖ്തിദാ ചെയ്യാൻ നമുക്ക് അധികാരമില്ല.
എന്തു പറയാനുണ്ട് സമസ്തക്കാരാ? ഇസ്ലാം കാര്യങ്ങളിലെ രണ്ടാമത്തെ കാര്യമായ നമസ്കാരത്തിന്റെ വുജൂബിനെയാണ് ബീരാണ്ടി നിഷേധിച്ചതെങ്കിൽ, അതിന്റെ പേരിലാണ് അവൻ കാഫറായതെങ്കിൽ, ഇസ്ലാം കാര്യങ്ങളിലെ 2ഉം 4ഉം അതായത് നമസ്കാരത്തെയും നോമ്പിനെയും നിഷേധിച്ച മടവൂര് 2 വട്ടം കാഫറല്ലേ? എന്താ ബീരാണ്ടിക്ക് മാത്രം കുഫ്രിയത്ത് പത്ത് നിങ്ങൾക്ക് ഒടുന്നത് കിട്ടി? ഏത് ഇസ്ലാം എന്നോട് കിട്ടിയത്? ആ മടവൂര് നോമ്പ് മുറിപ്പിച്ചു എന്നായി പറയണത്. എന്നിട്ട് ഓക്കെ ഉസ്താദിന്റെ അടുത്ത് കേസ് എത്തിയപ്പോ ഓക്കെ ഉസ്താദ് പറഞ്ഞത്ര മടവൂർ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ. കാരണം ഓക്കെ ഉസ്താദിന്റെ വാദം എന്തായിരുന്നു? മടവൂർ ഒന്നെങ്കിൽ പിരാന്തൻ അല്ലെങ്കിൽ തെമ്മാടി. അപ്പം അയാൾ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, ഈ കുടിച്ച പോത്തിന് ബോധമില്ലായിരുന്നോ എന്നാ ഓക്കെ ഉസ്താദ് ചോദിച്ചത്. ഓക്കെ ഉസ്താദ് എങ്ങനെ ചോദിക്കുള്ളൂ? അത് ഓക്കെ ഉസ്താദിനെ അറിയുന്ന ആൾക്കാർക്ക് അറിയാം. എന്നിട്ട് ഇയാൾ പറയും ഇയാളൊരു സക്കാഫിയാണ്. ഇയാൾ പറയാണ് നമുക്ക് താങ്ങാൻ പറ്റാത്ത ഔലിയാക്കൾ നമ്മൾ പിൻപറ്റാൻ പാടില്ല. എടോ, ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനാണ്. അബൂബക്കർ റളിയല്ലാഹുവിനെ പിൻപറ്റാൻ പാടില്ല നിങ്ങൾ പറയോ? അതിനെക്കാട്ടും വലിയൊരു വലിയുണ്ടോ? പിൻപറ്റാൻ പറ്റാത്തൊരു വലിയോ? ഇസ്ലാമിലെ വലിയ പിൻപറ്റാൻ പറ്റുന്നവനാണ്. ആ പറ്റുന്ന യോഗ്യത ഉള്ളവനെ വലിയ ആകുള്ളൂ, അള്ളാഹ് ആക്കുള്ളൂ. നിങ്ങളെ സമസ്തന്റെ മതത്തിൽ എന്താ പിൻപറ്റാൻ പറ്റാത്തവനാണ് വലിയ? എന്ത് വിലായത്താണോ അത്? നിങ്ങൾ ഏത് ഇസ്ലാമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പൊ സുഹൃത്തുക്കളെ, ഇതാ ഞാൻ പറഞ്ഞത്, ബീരാണ്ടി 1 വട്ടം കാഫറാണെങ്കിൽ മടവൂര് 2 വട്ടം കാഫറാണ്. കാരണം ഇസ്ലാമിലെ 2 നിർബന്ധ കാര്യങ്ങളാണ് മടവൂര് നിഷേധിച്ചത്. ഇത് നമുക്കൊരു ഉതിർ കൊടുക്കാം. മടവൂരിന് പിരാന്തായിരുന്നു നിങ്ങൾ സമ്മതിച്ചാൽ മതി, മടവൂര് കാഫറാവൂല. കാരണം പിരാന്തന്മാർ പലതും പറയും, പലതും ചെയ്യും. പക്ഷെ മടവൂരിന് ഒരു പിരാന്തും ഇല്ലായിരുന്നു, മടവൂര് സ്വയബുദ്ധിയുള്ള ആളായിരുന്നു എന്നാണ് വലിയ ശൈഖുന പറയണത്. കേട്ടോളി. ബഹ്റുൽ ഉലൂം ഷെയ്ഖ് സൈനുദ്ദീൻ ഇബ്നു അലി ഹസൻ ഓക്കെ ഉസ്താദ് അവരെ പേരിൽ ഒരു കളവ് പറയുന്നുണ്ട്. CM വലിയുള്ളതിനെ പറ്റി മൂപ്പര് മജ്നൂനാണെന്ന് പറഞ്ഞു. അത് കളവാണ്. അങ്ങനെ ഒരിക്കലും അവർ പറഞ്ഞിട്ടില്ല. CM വലിയുള്ള മജ്നൂനും അല്ല, മസ്താനും അല്ല, എല്ലാം അറിയുന്ന ആൾ തന്നെയാണ്. ചോദിക്കട്ടുള്ളൂ സമസ്തക്കാരെ, ചോദിക്കട്ടെ സക്കാഫിമാരെ, ഈ കാന്തപുരം പറയുന്നത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? മടവൂരിന് ജദുബില്ലായിരുന്നു, മടവൂർ മജ്നൂനല്ലായിരുന്നു, മടവൂർ നല്ല സ്വയബുദ്ധിയുള്ള ആളായിരുന്നു, എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയുന്ന ആളായിരുന്നു എന്നാണ് കാന്തപുരം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ മടവൂര് നിസ്കാരം ഒഴിവാക്കിയത് സ്വയബുദ്ധിയോട് കൂടിയാണെങ്കിൽ, നോമ്പ് ഒഴിവാക്കിയത് സ്വയബുദ്ധിയോട് കൂടിയാണെങ്കിൽ, മറ്റൊരാളുടെ നോമ്പ് മുറിപ്പിച്ചത് സ്വയബുദ്ധിയോട് കൂടിയാണെങ്കിൽ അയാൾ കാഫറല്ലേ? എങ്ങനെ നിങ്ങൾ അയാളെ ഇസ്ലാമിന്റെ പ്ലാറ്റ്ഫോമിൽ നിർത്തുക? ഒന്നുകിൽ നിങ്ങൾ മടവൂർ പിരാന്തനാണ് സമ്മതിക്കുക, അല്ലെങ്കിൽ കാഫറാണ് സമ്മതിക്കുക. ഇതിൽ ഏതാ നിങ്ങൾ തീരുമാനിക്കണത്? അത് പറയും, തുറന്നു പറയും. നിങ്ങൾ ഈ മട്ടൽമ ചവിട്ടിമാർ അവിടെയും പിടിയും ചവിട്ടിക്കാനുള്ള ട്രപ്പീസുകൾ ഉണ്ടല്ലോ, അത് നിർത്തണം നിങ്ങൾ. അപ്പൊ നിങ്ങൾ മടവൂരിനെ മുസ്ലിമും മടവൂരിനെ കുത്തുബുല്ലാലമും മടവൂരിനെ മുദബ്ബറുല്ലാലമും ആക്കുക. മടവൂര് ചെയ്ത ഈ തോന്നിയാസങ്ങളുണ്ടല്ലോ, അതിന്റെ പകുതി പോലും ചെയ്യാതിരുന്ന ബീരാണ്ടിനെ കാഫറും ആക്കുക. നടക്കൂല അത് ഇവിടെ പറയാൻ പറ്റില്ല, കേരളത്തിൽ നിങ്ങൾ പറയാൻ പറ്റില്ല, വേറെ എവിടെ പോയി പറഞ്ഞോളി. കഴിഞ്ഞിട്ടില്ല ബീരാണ്ടിന്റെ വിശേഷങ്ങൾ, ഉമർ ദർസി തച്ചനെ തന്നെ പറയട്ടെ. അങ്ങനെ പിന്നെ എന്നോട് ചോദിക്കുകയാണ്, മൗലിയാരെ നിങ്ങൾക്ക് മൊയ്തീൻ ഷെയ്ഖിനെ പരിചയമുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു കേട്ട പരിചയമുണ്ട്, കണ്ട പരിചയമില്ല. റിഫായി ഷെയ്ഖിനെ അതും കണ്ട പരിചയമില്ല, കേട്ട പരിചയമുണ്ട്. അജ്മീർ ഖാജാനെ മൂപ്പരി അങ്ങനെ തന്നെയാണ്, കേട്ട പരിചയമുള്ളൂ, കണ്ട പരിചയമില്ല. എന്നാൽ ഞാൻ ഓലൊക്കെ കണ്ട ആളാണ്, ഓല മജ്ലിസിലൊക്കെ പോണ ആളാണ് ഞാൻ. ഓല് എൻ്റെ മജ്ലിസിൽ ഇങ്ങോട്ടും വരലുണ്ട്. എന്തിനേറെ ഒന്നരാടം കണ്ടിട്ട് രാത്രി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്ത് വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാ, നിങ്ങളെ കണ്ടത് വലിയ കാര്യമായി. നമ്മൾ ഈ സമസ്തന്റെ ബുക്കില് നിബിതങ്ങൾ കളർ പറഞ്ഞ ചുവപ്പ് കലർന്ന വെളുപ്പ് നിറന്നൊക്കെ ഒരു ഉറപ്പ് പറയണില്ല. അതിപ്പോ കണ്ണിയത്ത് പിന്നെ ബാബുലിയർ ഇവരാരും ഇപ്പം ഇതൊന്നും കാണാൻ പറ്റില്ലല്ലോ. മാനുലിയരുമ്പലൊന്നും റസൂലുള്ളാഹി നിങ്ങളിപ്പോ നേരിട്ട് അങ്ങോട്ട് പോയല്ലോ, റസൂൽ ഇങ്ങോട്ട് വന്ന് ഒന്നരാടം കണ്ടല്ലോ, 1 വട്ടം 2 വട്ടം പലപ്പോ ഇനി ആരും കിരാവ് കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ 1 വട്ടോ 2 വട്ടമൊക്കെ കണ്ടു, നിങ്ങളൊക്കെ ഒന്നരാടം കണ്ടു വരുന്നല്ലേ. അപ്പൊ സത്യത്തിൽ എന്താണ് അള്ളാന്റെ റസൂലിന്റെ നിറം നിങ്ങളൊന്ന് പറഞ്ഞാണ്, എനിക്ക് വിശ്വസിക്കാനാണ്. അപ്പൊ മൂപ്പര് എന്നോട് പറഞ്ഞു, എന്നോട് തന്നെ ഞങ്ങളോട്, ഞാനാ ചോദിക്കുന്നത്, മറ്റൊരു എൻ്റെ ഒപ്പുള്ളതാണ്. അത് രാത്രി ആയതുകൊണ്ട് ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഹായ്, എന്താണ് കോമഡി? എന്താണ് ഇപ്പൊ ഈ പറയണത്? ഈ വീരാണ്ടി പറയത്ര എൻ്റെ അടുത്ത് മൊയ്തീൻ ഷെയ്ഖ് വരലുണ്ട്, റിഫായി ഷെയ്ഖ് വരലുണ്ട്, അത് പിന്നെ പോലെ എല്ലായിടത്തും വരലുണ്ടല്ലോ. ഖിളർ നബിയൊക്കെ മടവൂരിന്റെ അടുത്ത് ഒന്ന് കഞ്ഞിടിച്ചിരുന്നു എന്നൊക്കെ പോലെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ പോലെ എല്ലാ ഉലിയാക്കളുടെ അടുത്തും എല്ലാവരും വരലുണ്ട്. മൊയ്തീൻ ഷെയ്ഖും റിഫായി ഷെയ്ഖും മാത്രമല്ല, റസൂലും വരലുണ്ട് എത്ര വീരാണ്ടിന്റെ അടുത്ത്.
അപ്പൊ ഇത് കേട്ടപ്പോൾ ഉമർ ദർസിക്ക് ആകെ ആശ്ചര്യമായി. കാരണം റസൂലുള്ളാനെ കണ്ട ഒരാളാണ് ഇപ്പൊ ഈ മുമ്പിലിരിക്കുന്നുണ്ട്. റസൂലുള്ളാന്റെ കളറാണെങ്കിലോ നമ്മൾ മദ്രസിലെ പാഠപുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട്. ആ കളർ തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എങ്ങനെയാ ഇപ്പൊ റസൂലുള്ളാന്റെ കളർ എന്ന് ബീരാണ്ടിനോട് ചോദിച്ചു. അവിടെ ഉമർ ദർസിന്റെ ഒരു പോരായ്മ ഉണ്ട്. എന്താ പറഞ്ഞുതരാം, എന്താണെന്നറിയോ? ഉമർ ദർസിന്റെ ധാരണ ഈ ബീരാണ്ടി മാത്രമേ റസൂലുള്ളാനെ കണ്ടിട്ടുള്ളൂ എന്നാണ്. ഉമർ ദർസി പറയാ, നമ്മളെ കണ്ണിയത്തും ഈക്കൊന്നും റസൂലുള്ളാനെ കണ്ടിട്ടില്ലല്ലോ, നിങ്ങളല്ലേ കണ്ടത്, അതിന്റെ കളർ എന്ന് പറഞ്ഞുതരീൻ. അപ്പൊ ബീരാണ്ടി പറഞ്ഞു, ഞാൻ രാത്രിയാ കണ്ടത്, അവിടെ കളർ നോക്കാൻ പറ്റിയില്ല. അപ്പൊ ഉമർ ദർസി തച്ചണ്ണക്ക് ഇതിനെ കുറിച്ച് വലിയൊരു ബോധമില്ല എന്നാ തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ചാല് ഈക്കും കണ്ടിട്ടുണ്ട്, കണ്ണിയത്തും കണ്ടിട്ടുണ്ട്, എല്ലാവരും റസൂലുള്ളാനെ കണ്ടിട്ടുണ്ട്. ഈക്കന്റെ സദസ്സിൽ സ്ഥിരമായിട്ട് റസൂലുള്ള വരലുണ്ട്. ഇതാ കേട്ടോളി. എടക്കരയിൽ മലപ്പുറം ജില്ലയിലെ എടക്കരയിൽ 980 40ഓളം കുടുംബം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി, ഖുർആനെ ഒഴിവാക്കി പോയി. ആ സമയത്ത് ശംസുൽ ഉലമയെ ക്ഷണിക്കാൻ വേണ്ടി എന്റെ ബാപ്പയുള്ള അടക്കമുള്ള ആളുകൾ വന്നു. അവരോട് പറഞ്ഞു വരാന്ന് പറഞ്ഞ് ഞാൻ വരാം, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഞാൻ സ്റ്റേജിൽ കയറിയാ പിന്നൊരാ സ്റ്റേജിൽ ഉണ്ടാകാൻ പാടില്ല. എന്താണ് ആ വാക്കിന്റെ പൊരുള് എന്ന് ബാപ്പാനെ പോലെ തുറക്ക് അന്നും മനസ്സിലായിട്ടില്ല. ഈക്ക് അങ്ങനെ പറഞ്ഞേ, ശേഖുന അങ്ങനെ പറഞ്ഞേന്ന് എന്റെ ബാപ്പ മരണം വരെ പറയുമായിരുന്നു. ഇതേപ്പറ്റി തിരുപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാര് തന്റെ മുരീദന്മാരോട് പറഞ്ഞ്. അങ്ങനെ അന്ന് അവർ പറയാനുള്ള കാരണം അവിടെ ആ സ്റ്റേജിന്റെ മുകളിൽ ഹബീബായ റസൂലുണ്ട് പ്രസംഗം കഴിയുന്നവരെ. മനസ്സിലായോ? പറഞ്ഞ ആര് പറഞ്ഞ്? അസ്റാർ അറിയണവർക്ക് പറയാലോ. പറയുന്നത് മനസ്സിലായില്ലേ? ഓർക്കല്ല, വെള്ളന്റെ സ്റ്റേജ് ആരുണ്ട്? മുത്ത് മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഉമർ ദർസി തച്ചണ്ണ ഈ ലോകത്തൊന്നല്ലേ ജീവിക്കണത്. എടക്കരയിൽ 3-4 മണിക്കൂർ ഈക്കെ അബൂബക്കർ മുസ്ലിയാർ പ്രസംഗിച്ച സ്റ്റേജിൽ റസൂൽ ഉണ്ടായിരുന്നു. ഈക്കന്റെ അടുത്ത് മാത്രമല്ല, ഞങ്ങളെ സമസ്തന്റെ രൂപീകരണത്തിൽ ആമീൻ പറഞ്ഞത് റസൂലാണ്. അങ്ങനെ ഞങ്ങളെ സമസ്തന്റെ ഒട്ടുമിക്ക ആലിമീങ്ങളും റസൂലിനെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഓരോട് ചോദിച്ചൂടെ ഉമർ ദർസി, റസൂലുള്ളാന്റെ കളർ എന്താന്ന്? ഈ കാട്ടുകള്ളനായ ബീരാണ്ടിനോട് തന്നെ ചോദിക്കാൻ നിൽക്കണ? അതല്ല, ഈക്കന്റെ സ്റ്റേജിൽ റസൂൽ വന്നത് ഇപ്പൊ എങ്ങനെ? ഈ കൊറോണ സമയത്തിൽ ഈ വാർഡിൽ ഡോക്ടർമാരും നഴ്സുമാരൊക്കെ നടന്നിരുന്ന മാതിരി ഇങ്ങനെ ഒന്നായിട്ട് മൂടി പൊളിച്ചാ നടന്നിരുന്നത്. ഒരു കളർ കണ്ടിട്ടില്ലേ തന്നെ? എന്ത് പൊട്ടത്തനാണ് ഈ പറയണത്? ബീരാണ്ടിനോട് ചോദിച്ചത്ര റസൂലിന്റെ കളർ എന്താന്ന്? ഈക്കനോട് ചോദിച്ചൂടെ? നിങ്ങളെ സമസ്തന്റെ പണ്ഡിയന്മാരോട് ചോദിച്ചൂടായിരുന്നോ? ഈ ഹംക്ക് ബീരാണ്ടിനോട് തന്നെ ചോദിക്കാൻ നിൽക്കണോ? മുസ്ലിയാക്കന്മാരെ ഓരോ സംശയത്തിന്റെ പുറമെ അവസാനം ഉമർ ദർസിക്ക് ഒരു ആശങ്ക, മൂപ്പരൊരു സങ്കടം പറയട്ടെ, കേട്ടോളി. നമ്മൾ ഇങ്ങനത്തെ കുറെ ആൾക്കാരെ കെട്ടിയിറക്കിയിട്ട് വലിയാണ്, കുത്തുബാണ്, ഗൗസാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോ സാധാരണക്കാർ ഇതിലൊക്കെ വഞ്ചിതരാം. അല്ലെങ്കിലും നമുക്കൊരു സ്വഭാവമുണ്ട്, 2 ദിവസം വയലോ 2-3 ദിവസം വയലേറെ ദിക്റില്ല, 3-ാമത്തെ ദിവസമോ വലിയാണ്, ഞാൻ ഇന്ന ദിവസമേ വീട്ടിലുണ്ടാവുള്ളൂ, ഇന്നപ്പോഴും അവിടെ ഉണ്ടാവൂല എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഓല നമ്പർ പറയലും ഓല അതിന് മന്ത്രിച്ചാൻ പറയലും ഉദാൻ പറയും. അപ്പൊ നമ്മൾ തോന്നി ഇവരെന്തൊക്കെയോ അയക്കണെന്ന്. അങ്ങനെ ചില തെറ്റിദ്ധാരണകള്, അബദ്ധജടിലമായ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്നുണ്ട്. പടച്ചവൻ കാത്തുരക്ഷിക്കട്ടെ. അതന്നെ ഞങ്ങളും പറയണത്. അബദ്ധജടിലമായ വിശ്വാസം മാത്രമേ നിങ്ങളേക്കുള്ളൂ. പടച്ചോൻ കാത്തു രക്ഷിക്കട്ടെ. സാധാരണക്കാര് വഞ്ചിതരാകണില്ല മൂപ്പര വലിയ ബേജാറ്. ആരാടോ സാധാരണക്കാരെ വഞ്ചിതരാക്കിയത്? സാധാരണക്കാരെ വഞ്ചിച്ചുകൊണ്ടിരിക്കണ ആരാ? ഈ സമസ്തന്റെ പുരോഹിതന്മാര്. നമ്മളിങ്ങനെ കുറെ ആൾക്കാരെ ഇങ്ങനെ കെട്ടിയിറക്കിയിട്ട് വലിയാണ്, കുത്തുബാണ്, ഗൗസാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സാധാരണക്കാർ വഞ്ചിതരാകും. സാധാരണക്കാരെ വഞ്ചിക്കലല്ലേ സമസ്തന്റെ പണി കാര്യമായിട്ട്. വേറെ എന്തിനാ അവിടെ സമസ്ത വന്നിട്ടുള്ളത്? നിങ്ങളെ സമസ്തന്റെ ഈ കമ്മ്യൂണിറ്റിയിൽ വലിയാകാൻ വല്ല പ്രയാസമുണ്ടോ? കുത്തുബാകാൻ പ്രയാസമുണ്ടോ? ഗൗസാകാൻ പ്രയാസമുണ്ടോ? കുത്തുബുല്ലാലമാകാൻ പ്രയാസമുണ്ടോ? മുദബ്ബിറുലാലമാകാൻ പ്രയാസമുണ്ടോ? തോന്നിയ മാതിരി തോന്നിയാസം ചെയ്ത് ജീവിച്ചാ പോരെ? വലിയാകാൻ വല്ല പ്രയാസമുണ്ടോ? ഇവരെ കൂട്ടത്തിൽപ്പെട്ട ഒരുത്തൻ കുത്തുബായ കുത്തുബുസ്സമാനായ കോലം ഒന്ന് കേട്ടു നോക്കി നിങ്ങള്. ശൈഖുനയുമായിട്ട് വലിയ ബന്ധമായിരുന്നല്ലോ നിങ്ങളുടെ മകളുടെ പുതിയാപ്പിളുടെ ഉപ്പാക്ക് ചെറിയാചാര്യ. അതെ, ആ ചെറിയാചാര്യയുടെ ബന്ധം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം? അത് പിന്നെ വീട്ടിൽ വരണ്ട് വീട്ടിൽ വരുമ്പോ മുകളിൽ ശൈഖുനയും അടിയിൽ അഹമ്മദാജിയാണ് ജീവിച്ചത്. ഇത്രയും വലിയ ബന്ധം അവര് തമ്മിലുണ്ടാവും. ബന്ധം എന്ന് പറഞ്ഞാല് അവര് കുത്തുബുദ്ധമാനാണ് അഹമ്മദ് കുട്ടിയാജി. അത് നമ്മൾ ആരും അറിയില്ല. കുത്തുബുദ്ധമാൻ ഈ ചെറിയ ആചാര്യ എന്ന് പറയുന്ന അഹമ്മദ് കുട്ടി ഹാജിയാര് കുത്തുബുദ്ധമാനാണ്. അത് അവിടെ
അവിടെ നിന്നതിന് ശേഷം അവർക്ക് അള്ളാഹു താലാന്റെ ഭാഗത്തുനിന്ന് കുത്തുബുൽ ആലം കൊടുത്ത പവറാ. കുത്തുബുല്ലാലം കൊടുത്ത പവറാണ് ആർക്ക്? ജമാനായിട്ടാണ് ജീവിച്ചത് അഹമ്മദ് കുട്ടി ഹാജി. അവരെ പരിപാലകരാ, മുകളിലുള്ള ആളെ പരിപാലകനായിട്ടാണ് ജീവിച്ചത്. അഹമ്മദ് കുട്ടി ഹാജിയുടെ പവറും കൂടിപ്പോയി. ജമാനായി മാറി. കുത്തുബുല്ലാലമിനെ നോക്കിയതിന്റെ പേരിൽ കുത്തുബ് സമാനാകാനുള്ള ഭാഗ്യം കിട്ടി. എങ്ങനെയുണ്ട് സഹോദരങ്ങളെ? കുത്തുബുൽ ആലമായ മടവൂര് അയാളെ ചുറ്റിപ്പറ്റി അയാൾക്ക് ഹിദമത്തും ചെയ്ത് ജീവിച്ച് അയാളെ മൂടുമണത്ത് നടന്നിരുന്ന അഹമ്മദ് കുട്ടിയാജി എന്ന് പറഞ്ഞ മനുഷ്യനെ കുത്തുബു സമാനാക്കി. കെടുക്കട്ടെ അനക്കൊരു പദവി. പണ്ടത്തെ കാലത്ത് ഈ കണക്കറ്റ സ്വത്തുള്ള മോലാളിമാരെ ആശ്രിതന്മാരായി നടന്നതിന് ചില സാധുക്കൾ ഉണ്ടാവും. ഓരോ പേരിൽ കുറെ ബിനാമി ഇരിക്കും മോലാളിമാര്. രാഗീരി നോക്കുമ്പോൾ രണ്ടും വലിയ മോലാളിമാരായിരിക്കും, എന്നാലോ മറ്റോ കൊടുത്ത ദാനായിരിക്കും ഇത്, ഇപ്പം ബിനാമി മാത്രമായിരിക്കും എന്ന് പറഞ്ഞ മാതിരിയാണ് ഇവര് കുത്തുബു സമാനും വൗസും കുത്തുബും വലിയൊക്കെ ആക്കി മാറ്റല്. മടവൂരിന്റെ പിന്നാലെ മന്ത് നടന്നിരുന്ന ആളെ പിടിച്ച് കുത്തുബ് സമാനാക്കി. ഇത്രയുള്ളടോ നിങ്ങളെ സമുദായത്തിൽ ഈ സമസ്തയിൽ കുത്തുബാകാൻ പ്രയാസമല്ല, വലിയാകാൻ പ്രയാസമല്ല, ഹൗസാകാൻ പ്രയാസമല്ല, കുത്തുബുൽ ആലമാകാൻ പ്രയാസമല്ല. അത് നിങ്ങളിങ്ങനെ മൂന്നാലാൾക്കാർ തീരുമാനിച്ചാൽ മതി. ഇതൊന്നും ഇപ്പൊ അള്ള തീരുമാനിക്കണമല്ലോ, നിങ്ങൾ തീരുമാനിക്കണമല്ലോ. വലിയാകാനാണ് ഏറ്റവും എളുപ്പം. കാരണം എന്താ, ഒരു മന്ദപ്പനായി അരപ്പിരി ലൂസായിട്ട് ഇങ്ങനെ നടന്നാൽ മതി. അത് ഇവർ ഈ പറഞ്ഞ ബീരാണ്ടിക്ക് വരെ അതറിയാം കേട്ടോ. ആ സത്യം ബീരാണ്ടിക്കും അറിയാം. കാരണം ഓൻക്കറിയാലോ സമുദായത്തിന്റെ പൾസ്. ഓൻ തന്നെ പറയട്ടെ ഒരു മന്ദപ്പനെ പിടിച്ച് ഔലിയാക്കിയ ചരിത്രം. പിന്നങ്ങനെ ഓരോ കാര്യം ഞാൻ പറഞ്ഞു. ഞാനിങ്ങനെ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലൊക്കെ വലിയ പ്രാരാബ്ദവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടൊക്കെ ഞങ്ങൾ ദ്വാരക്കണം. ഇവനക്ക് ചെലവ് കൊണ്ടുവരുന്ന ആളാണ്. കാരണം ഈ മന്ദപ്പാണ് ഞങ്ങൾ ദ്വാരക്ക. ഓരോ മന്ദപ്പില്ല, ഓനൊക്കെ ഔലിയാക്കന്മാരെ കൂട്ടത്തിൽപ്പെട്ട ആളാണൊക്കെ, ഞങ്ങളെ കൂട്ടത്തിലുള്ള ആളാണ് ഓനൊക്കെ. പിന്നെ ഞാൻ ഈ അലി അസ്രഫ് തന്നെ ഓൻ പെണ്ണൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞു ഇവന് പെണ്ണ് കെട്ടിയിട്ട് 2-3 കൊല്ലം ഇതുവരെ അവന് കുട്ടികളൊന്നും ആയിട്ടില്ല, നിങ്ങൾ ദ്വാരക്കണം. എന്നോട് പറഞ്ഞ് ഒരു 40 ദിവസങ്ങൾ യാസീൻ ഓതിയിട്ട് അവനെ മന്ദിരിക്ക്, അതൊക്കെയാണ് ശരിയായിക്കോളും. അവൻ്റെ കണ്ണിങ്ങനെ ഒരു വിരലുകൊണ്ട് കണ്ണിങ്ങനെ തുറന്ന് നോക്കിയിട്ട് അയക്കെന്തോ ഊദ്യം ചെയ്ത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ യാസീൻ ഓതി വേറെന്നാണ് കുട്ടികളുണ്ടാവും, അപ്പൊ കുറച്ച് ദേഷ്യത്തിലൊരു ഗുണവും ചെയ്യേണ്ടത് ഓനും ചെയ്യണം. കേട്ടില്ലേ? അപ്പൊ ഇയാള് പറയണ ഇയാളെ കൂടെ അന്ന് ബീരാണ്ടിനെ കാണാൻ പോയ കൂട്ടത്തിൽ ഇയാൾക്ക് ചെലവിന് കൊണ്ടുവരുന്ന ഒരു സാധു ഉണ്ട്. അപ്പൊ ഇയാളെന്നെ ഈ പ്രസംഗത്ത് പറയണ്ടേ എല്ലായിടത്തും എല്ലാ മാലിലും ചെലവിന് കൊണ്ടുവരുന്ന ആൾക്കാർ കുറച്ചൊരു അരപ്പിരി പിന്നിക്കായിരിക്കുമല്ലോ, എന്താ അറിയില്ല. അപ്പൊ ഇയാൾ പറയും ഈ കൂടെയുള്ള ആളെ കുറിച്ച് ഇവന് കുറച്ചൊരു മന്ദപ്പാണ് എന്ന് പറഞ്ഞപ്പോ ബീരാണ്ടി പറഞ്ഞത്ര ഓ ഔലിയാണ്, മന്ദപ്പനായി കഴിഞ്ഞ പിന്നെ ഔലി ഉറപ്പല്ലേ. കാരണം സമസ്തന്റെ കമ്മ്യൂണിറ്റിയിൽ ഔലിയാകാനുള്ള ഏറ്റവും മിനിമം ക്വാളിറ്റി എന്താ, മന്ദപ്പനാകുക എന്നുള്ളത്. അപ്പൊ ബീരാണ്ടി അത് പറഞ്ഞു, മന്ദപ്പനല്ല വലിയാണ്, ഞങ്ങളെ കൂട്ടത്തിൽപ്പെട്ടവനാണ്, ഷബാഷ്. അങ്ങനെ കൂടുള്ള മറ്റവനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞ് ഓൻ പെണ്ണയെ കെട്ടിയിട്ട് 2-3 കൊല്ലായി, കുട്ടികളില്ല, അപ്പൊ നിങ്ങളൊന്ന് കുട്ടികൾ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞപ്പോ ഈ ബീരാണ്ടി എന്ത് പറഞ്ഞു, 4 പീസങ്ങൾ യാസീൻ ഓതിക്കാണ്ട് ഒന്ന് മന്ത്രിച്ചു കൊടുത്താളി, കുട്ടികൾ ഉണ്ടായിക്കോളൂന്ന്. അപ്പൊ ഉമർ ദർശി ചോദിച്ചത്ര ഞാൻ യാസീൻ ഓതി മന്ത്രിച്ചാൽ കുട്ടികൾ ഉണ്ടാകുമോന്ന്. അപ്പൊ ബീരാണ്ടിക്ക് അവിടെ കുറച്ച് അന്തണ്ട്. ബീരാണ്ടി പറഞ്ഞ് ഓൻ ചെയ്യേണ്ട പണി ഓൻ തന്നെ ചെയ്യണം, അല്ലാതെ നിങ്ങൾ യാസീൻ ഓതിച്ചിട്ട് ഓൻ കുട്ടികൾ ഉണ്ടാവൂല. അങ്ങനെയുണ്ട്. കാരണം ബീരാണ്ടിക്ക് വരെ എത്ര അന്തം കെട്ടവനാണെങ്കിലും കുട്ടികൾ ഉണ്ടാകാൻ ചില പ്രൊസീജിയറുകൾ ഉണ്ടല്ലോ, അത് ചെയ്യണം. അല്ലാതെ അവിടെ മുസ്ലിയാരിന്ന് മന്ത്രിച്ചു കൂതിയ കുട്ടികൾ ഉണ്ടാവുമോ? കാരണം ഒരു പെണ്ണ് ഗർഭിണിയാകണമെങ്കിൽ അതിൻ്റെ ചില നടപടിക്രമങ്ങൾ ഉണ്ടല്ലോ. അല്ലാതെ വൈഫൈ ഓണാക്കിയിട്ട് നെറ്റ് വലിക്കണ മാതിരി വലിച്ചാൻ പറ്റിയ സാധനമല്ലല്ലോ ഇത്. ഇതിന് ചില പ്രൊസീജിയറുകൾ ഉണ്ടല്ലോ. കാരണം ഇവലെ കൗമിൽ അങ്ങനെ ഉണ്ട് കേട്ടോ. ഇവലെ കൗമിൽ പാട്ട് കേടുക, ബെയ്ത്ത് ചെല്ലുക, മന്ത്രിച്ചു കൂതുക, അങ്ങനെയൊക്കെ അങ്ങനെ നടന്നാൽ കുട്ടികൾ ഉണ്ടാവുന്ന പോലെ ധാരണ. കുണ്ടൂന്റെ ഒരു കറാമത്ത് കേട്ടോക്കി. മക്കളില്ല എന്ന് പറഞ്ഞപ്പോ ഉസ്താദ് എനിക്ക് മക്കളില്ല, അപ്പോഴാ ഉസ്താദ് ഉണ്ടാക്കിയത് നെച്ചിക്കാട്ടൗലിയ കൂട്ടായിലുള്ളവർ അവരെ പൊലിവുകൾ ഏറെ നിറഞ്ഞോവർ സന്താനമില്ലാതെ സന്താപമുള്ളോർക്കും സന്താനമുള്ളോർക്കും സന്തോഷം നൽകല്ലാ. ഇതാണ് ചെല്ലോട് ഏൽപ്പിച്ചു കൊടുത്തു. ചെല്ലിയവർക്ക് മുഴുവനും മക്കളുണ്ടായിട്ടുണ്ട്. മടി കൂടാതെ ചെല്ലിയവർക്ക് മക്കളുണ്ടായിട്ടുണ്ട്. മടി കൂടാതെ ചെല്ലിയവർക്ക് കുണ്ടൂരിന്റെ കറാമത്താണ്. ഇതാണ് ചെല്ലിയ മടി കൂടാതെ മക്കളുണ്ടാവും, എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രിയിലോ അല്ലെങ്കിൽ പിന്നെയുള്ള ഏതെങ്കിലും രാത്രിയിലോ പെണ്ണിങ്ങനെ നാണം കുണുങ്ങിയിട്ട് പാലൊക്കെ ഇട്ട് ഇങ്ങനെ മണിയറയ്ക്ക് വരും.
അപ്പൊ ഈ മൊയ്തുണ്ടല്ലോ കുണ്ടുവിന്റെ മുരിയത് എന്ത് ചെയ്യും? ഉടനെ ഓടിയിട്ട് ബാത്റൂമിൽ കയറിയിട്ട് നന്നായിട്ട് ഒന്ന് കുളിച്ചിട്ട് ഒരു ബോഡി സ്പ്രേ ഒക്കെ അടിച്ചിട്ട് അങ്ങനെ ബെഡിലൊക്കെ മുല്ലപ്പൂ അങ്ങനെ വെതറിയിട്ട് നമ്മൾ തുടങ്ങിയല്ലേ തുടങ്ങുക. ആ നെച്ചി കാട്ടൗലിയ കൂട്ടായിലുള്ളോവർ അവരെ പോലീവുകൾ ഏറെ നിറഞ്ഞോവർ സന്താനമില്ലാതെ സന്താപമുള്ളോർക്കും സന്താനമുള്ളോർക്കും സന്തോഷം നൽകല്ല. രണ്ടാളും ഇവിടെ നേരം വെളുക്കോളം അങ്ങനെ കുത്തിരുന്ന് പാടിക്കൂടി. കുട്ടികളുണ്ടാവില്ലേ വേണ്ടു? എന്നിട്ട് മൂപ്പര് പറയാണ് ഇങ്ങനെ ചെല്ലിയ കുറേ ആൾക്കാർക്ക് കുട്ടികളുണ്ടായിട്ടുണ്ട്. ഉണ്ടാവും. കാരണം ഈ പെണ്ണ് ഏറെ സ്വപ്നങ്ങളും മോഹങ്ങളും വികാര വിചാരങ്ങളായിട്ട് ബെഡ്റൂമിൽ വന്നാണല്ലോ. അപ്പോൾ ഒരു മന്ദപ്പം പെടുന്ന ഈ പാട്ടും പാടുകയാണ്. പെണ്ണും വിചാരിച്ചിട്ടുണ്ടാവും പടച്ചോനെ ഈ തന്ത ഹുറാഫി ഈ ജാതി ഒരുത്തന്റെ പെരടിയിലാണ് എന്നെ കെട്ടിവെച്ചത് എന്ന് വിചാരിച്ചിട്ട് ഓളെ വഴി നോക്കിയിട്ടുണ്ടാവും. ഓക്ക് കുട്ടികളുണ്ടായിട്ടുണ്ടാവും. ഈ മരപ്പൊട്ടെന്ത് വിചാരിച്ചിട്ടുണ്ടോ? അതിന്റെ കുട്ടികളെ വിചാരിച്ചിട്ടുണ്ടാവും. കുണ്ടൂരിന്റെ കറാമത്താന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അല്ല ഇപ്പൊ എന്താ അതിനൊക്കെ പറയാ? ഏതായാലും സുഹൃത്തുക്കൾ ഇത് യാദൃശ്ചികമായി പറഞ്ഞു പോയെന്നുള്ളൂ. നമ്മൾ ബീരാണ്ടിയിലേക്ക് തന്നെ തിരിച്ചു വരിക. അങ്ങനെ ബീരാണ്ടി ഇക്കണ്ട പോക്കിരുത്തലും തമ്മാടിത്തും തോന്നിയാസൊക്കെ ചെയ്ത് ഇങ്ങനെ അവിടെ അങ്ങനെ വിരാജിച്ച കാലത്ത് മഹല്ല് എന്ത് ചെയ്തു? അങ്ങനെ വെറുതെ വിടാൻ പറ്റുമല്ലോ. മഹല്ല് ഉപരോധം ഏർപ്പെടുത്തി എന്നാണ് പറയണത്. കേട്ടോളി. എന്നാൽ ആ മഹല്ല് കമ്മിറ്റി മുദരിസിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. മുദരിസിന് നല്ലപോലെ അറിയുന്ന ആളാണ് ഈ വ്യക്തി. മുദരിസ് അന്ന് അവിടെ ദർസ് നടത്തിയിരുന്ന മുദരിസ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റായിരിക്കും മരണപ്പെട്ട മഹാനായ കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാരുടെ മരുമകൻ PC മായിൻകുട്ടി പൈസി എന്ന് പറഞ്ഞ ആളാണ്. പേരൊക്കെ അങ്ങനെ തന്നെ പറയാം. അദ്ദേഹത്തിന് ശരിക്കും അറിയുന്ന ഒരു വ്യക്തി ഇത്തരത്തിൽ വ്യാജാരോപണങ്ങളുമായി നടക്കുമ്പോൾ പള്ളിയിലേക്ക് വരില്ല, ജുമാക്ക് വരില്ല, ജമാഅത്തിന് പങ്കെടുക്കില്ല, ഒന്നും ചെയ്യില്ല. അപ്പൊ അദ്ദേഹത്തിനെതിരെ ജനങ്ങൾ അവിടെ മഹല്ല് കമ്മിറ്റി ഒരുമിച്ച് കൂടി ഒരു ഉപരോധം ഏർപ്പെടുത്തി. അദ്ദേഹത്തിന്റെ വിവാഹം, ആ വീട്ടിൽ മറ്റോ നടക്കുന്ന വിവാഹങ്ങളോ മറ്റോ ഒരു കാര്യത്തിലും മഹല്ല് സഹകരിക്കരുത്. അദ്ദേഹത്തിന്റെ മക്കളുടെ പഠനത്തിൽ മാത്രം അവർ വിലക്ക് ഏർപ്പെടുത്തില്ല. കാരണം മക്കൾ പഠിച്ചു നന്നായി എങ്ങനെയാണ് അവർ വരിക എന്നറിയില്ലല്ലോ എന്ന് കരുതിയിട്ട് മറ്റുള്ളതിലൊക്കെ ഒരു ഉപരോധം ഏർപ്പെടുത്തിയവർ. വളരെ നല്ല കാര്യം. ഉപരോധം ഏർപ്പെടുത്തന്നെയാണ് വേണ്ടത്. കാരണം നിസ്കരിക്കലില്ല, നോമ്പ് നോക്കലില്ല, പള്ളിയേറ്റ് ബന്ധമല്ല, നിസ്കരിക്കുന്ന ആൾക്കാരെ നിസ്കാരം മുടക്കുക, നോമ്പ് നോക്കുന്ന ആൾക്കാരെ നോമ്പ് ഉറപ്പിക്കുക, ഖുർആന്റെ മുകളിൽ ചവിട്ടി കയറിക്കുക, ഈ വക തമ്മാടികളെ മഹല്ല് ഉപരോധം ഏർപ്പെടുത്തന്നെയാണ് വേണ്ടത്. ഒരു സംശയവുമില്ല. പക്ഷെ ഈ ഉപരോധം മഹല്ലിലെ സാധാരണക്കാർക്ക് മാത്രമല്ലല്ലോ ബാധകം. നിങ്ങളെ കൊലകൊമ്പന്മാർക്ക് ഇത് ബാധകല്ലേ? എന്നാൽ ഈ ബീരാണ്ടി ജീവിച്ചിരുന്ന കാലത്ത് അയാളടുത്ത് സ്ഥിരമായിട്ട് പോയിരുന്ന ആരാ? വലിയ 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 കോജാക്കന്മാര്, വലിയ വലിയ കാളിയമാര്, ജില്ലാ കാളിമാര്, വല്ല പ്രാദേശിക നേതാക്കന്മാര്. ഓൻ ചത്തതിന് ശേഷം ഓന്റെ ഉറൂസിൽ കൊടി ഉയർത്തിയതാരാ? വല്ല ഏപ്പിക്കാരെ നേതാവ്, പ്രാദേശിക നേതാവ്. നിങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയില്ലേ? എന്ത് ഉപരോധം നിങ്ങൾ ഏർപ്പെടുത്തിയത്? ഇപ്പോഴാണ് ഉപരോധം ഏർപ്പെടുത്തുന്നത്. ഇവൻ ചത്ത് മണ്ണോട് മണ്ണായതിനു ശേഷം ഇവന് ഒരു 1/2 ഗ്രാം പോലും എല്ലുപൊടി കിട്ടാത്ത കോലത്തിൽ ഇവൻ ദ്രവിച്ചുപോയി. കാശിയിലെ രാമേശ്വരത്തിലെ കൊണ്ടുപോയി നിമജ്ജനം ചെയ്യാൻ, അതാണ് മുസ്ലിങ്ങൾ കാണിക്കല്. അങ്ങനെ ചെയ്യാൻ വേണ്ടി പോലും ഒരു സ്പൂണ് പോലും എല്ലുപൊടി പോലും കിട്ടാത്ത കോലത്തില് ഇവൻ മണ്ണോട് മണ്ണായി ദ്രവിച്ചു ചേർന്നതിന് ശേഷം ഞങ്ങള് ഉപരോധത്തിന്റെ കാര്യത്തിൽ രംഗത്ത് വന്നിട്ടുള്ളത്. ജീവിച്ചിരിക്കുന്ന കാലത്ത് ഓനെ പോയി സന്ദർശിക്കുന്ന ആരാ? നിങ്ങളെ നേതാക്കന്മാര്, നിങ്ങളെ വലിയ വലിയ കാളിയന്മാര്, നിങ്ങളെ തങ്ങന്മാര്, സയ്യിദന്മാര് അല്ലേ? ഇപ്പോഴത്തെ സമൂഹത്തിലാണ് ചർച്ചയായ സമയത്ത് ജനങ്ങൾക്ക് ബോധം വെച്ചു. സോഷ്യൽ മീഡിയയുടെ ഈ അതിപ്രസരത്തിന്റെ കാലത്ത് നിങ്ങൾ പറഞ്ഞോടത്ത് ജനങ്ങളെ കിട്ടാതായി. ജനങ്ങളെല്ലാം കാണാൻ തുടങ്ങി, കേൾക്കാൻ തുടങ്ങി. ഇപ്പൊ ജനങ്ങളെ പിന്നാലെ പായാണ്. ഞങ്ങളുണ്ട് നിങ്ങളെ കൂടെ. ഇത്രയും കാലം ഓല മൂക്കയറിട്ട് വലിച്ച് നിങ്ങളെ വിചാരിച്ചു കൊടുത്ത് കണ്ട് കൊണ്ടുപോകുകയായിരുന്നു. ഇപ്പൊ ജനങ്ങളെ പിന്നാലെ പോയാണ്. ഞങ്ങൾ ഇതിനൊക്കെ എതിർത്തിട്ടുണ്ട്, ഞങ്ങൾ നിങ്ങളെ പിന്നാലെ തന്നെയാണ്, നിങ്ങൾ ഞങ്ങളെ കുറ്റം പറയണ്ട എന്ന് പറഞ്ഞ് ജനങ്ങളെ കയ്യും കാലം പിടിച്ചുകൊണ്ടിരിക്കുക സമസ്ത. മനസ്സിലായോ? ഇപ്പോഴാണ് ഉപരോധത്തിന്റെ കഥയായിട്ട് രംഗത്തേക്ക് വരുന്നത്. സുഹൃത്തുക്കളെ, ഇതൊരു ബീരാണ്ടിന്റെ കഥ മാത്രമല്ല. ഇവരുടെ ഒട്ടുമിക്ക മഹല്ലുകളും ഈ ശൈത്താനീയത്തിന്റെ ഇതുപോലത്തുള്ള ഓരോ ശൈഖന്മാർ പ്രത്യക്ഷപ്പെടും. ഓന്റെ പിന്നാലെ ആൾക്കാരുണ്ടാവും. സ്വന്തം പെങ്ങളെ കല്യാണം കഴിച്ച അതിൽ കുട്ടികളുണ്ടായ ശൈഖുണ്ട് ഈ കേരളത്തിൽ. അറിയോ? ഓപ്പടുത്ത് ചത്തുന്ന് എനിക്ക് തോന്നണത്. ഈ വക വിഷവിത്തുകൾക്കൊക്കെ വളരാൻ വളക്കൂറുള്ള മണ്ണാണ് സമസ്തന്റെ മണ്ണ്. ഏത് തമ്മാടിക്കും എന്തും കാണിക്കാം. ഓൻ കറാമത്ത് പറഞ്ഞിട്ട് ഓരോ അത്ഭുതങ്ങൾ കാണിക്കലാണ്. ഒരു ഷെയ്ഖിന്റെ കറാമത്താര് പറഞ്ഞു കേട്ടോ നിങ്ങള്? ആ മലയിൽ ബീരാൻകുട്ടി മുസ്ലിയാരെ ഹയാത്തുള്ള കാലത്ത് ഒരു കള്ള ഷെയ്ഖ് അവിടെ വന്നു ആ നാട്ടിൽ.
എവിടുന്ന ബന്ധു എന്നൊക്കെ അറിയില്ല. പക്ഷെ കുറെ ആൾക്കാർ ഇവിടെ പിന്നാലെ കൂടി. ആലിമീൻ കൂടി ചോദിക്കണ്ടേ ഇയാളെ പിൻപറ്റാൻ പറ്റുമോ? ആലിം എന്ന് പറഞ്ഞ വിഷയമല്ല. അവിടെ ആലിമീങ്ങൾക്കൊന്നും തിരിയില്ല എന്ന നാടന്മാർ പറയാം. എത്ത് തിരിയില്ല? ഒരു വലിയ വന്നാൽ പറയും ഓലിക്കൊന്നും തിരിയില്ല, അത് വേറെ ഇൽമാണ്. അങ്ങനെ പറഞ്ഞാൽ ഒഴിവാക്കലാണ്. എന്നാൽ ഈ നാടിലേക്ക് തിരിയോ? അങ്ങനെ ഇവർ 25 ആളുകൾ പള്ളിക്ക് ജമാഅത്തിന് വന്നിരുന്ന 25 ആൾക്കാർ പള്ളിക്ക് വരാതായി. സുബ്ഹാനല്ലാഹ്. വീരാൻകുട്ടിയെ ചോദിച്ചു എന്താ നിസ്കാരല്ലേ? അപ്പൊ അവര് പറഞ്ഞു ഹായ് മൂപ്പരെ കൂടാണ് കൂടി കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു തആല പ്രത്യേകമായ ലദ്ദത്ത് ഇങ്ങനെ തരണം 5 വക്തിരുന്നു. ആ അഖസാമുൽ ലദ്ദത്തിൽ നിസ്കാരക്കാണ് മറക്കുകയാണ്. ആ രൂപത്തിൽ ഈ ശൈഖിന്റെ പോലെ നിസ്കാരം ഒഴിവാക്കിപ്പിച്ചു. അപ്പൊ എന്താ പറയുക കറാമത്ത് ചോദിച്ചു മഹാനായ വീരാൻകുട്ടി ജയിലിൽ. എന്താ ഈ ചങ്ങായിന്റെ പ്രത്യേകത? അപ്പൊ അവര് പറഞ്ഞു ആ ചങ്ങായി ഇവിടെ വന്നിട്ട് 3 ആഴ്ച ഇന്ന് വരെ ബാത്റൂം പോയിട്ടില്ല. ബാത്റൂമിൽ പോയിട്ടില്ല, കക്കൂസ് പോയില്ല. അതാണ് വല്ല കറാമത്തെ. എത്ര അമ്പിയാക്കന്മാർ ലോകത്ത് വന്നു, ഔലിയക്കന്മാർ വന്നു. ഏതെങ്കിലും കറാമത്തിന്റെ കിതാബിൽ കണ്ടുണ്ടോ ഇയാൾ കക്കൂസ് പോയില്ല? അപ്പൊ ഈ വലിയ പ്രത്യേകത കക്കൂസ് പോകൂല. തിന്നലുണ്ടോ പെരുന്തീറ്റിയാണ്. ലോഡിങ് ഉണ്ട്, അൺലോഡിങ് ഇല്ല. അപ്പൊ ഇതിൽ കറാമത്തായിട്ട് നാടന്മാർ കണ്ടു. നാടന്മാർക്ക് സറവുലക്കായത് അറിയോ? ഒരു ഓദിക്കണ സറവുലക്കായത് എന്താണെന്ന് അറിയോ? കറാമാത്തുൽ ഔലിയ ഈ ഹഖ്ഖുന്ന കിതാബിൽ പറഞ്ഞതാണ്. പക്ഷെ അതൊന്നും ഇവർക്കറിയില്ല. ഇവർ പെട്ടുപോയി. ഇവരെ ഈമാൻ ഈ ശൈത്താന് കവർന്നെടുത്തുപോയി. എന്താണ് കറാമത്ത്? ബാത്റൂമിൽ പോകലില്ല എന്ന് പറഞ്ഞപ്പോ മലയിൽ വീരാൻകുട്ടിയിൽ വലിയ ബുദ്ധിശാലിയാണ്. മൂപ്പർ അതിൽപ്പെട്ട 4 ചെക്കന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളെ ശൈഖിനെ നമ്മളൊന്ന് വിരുന്നുവിളിച്ചാ വരുമോ? ആ വരും. എന്നാ വിരുന്നുവിളിച്ചാ. വിരുന്ന് വിളിച്ചിട്ട് രാത്രി തലേന്ന് എന്ത് ചെയ്തു? രാത്രി വിളിച്ചിട്ട് സുബ്ഹാനല്ലാഹ് നല്ല എ ക്ലാസ് നല്ല മുരിങ്ങൻ്റെ ഇല നല്ല സ്ട്രോങ്ങിൽ ഹാഫ് ബേഗില് അതുകൊണ്ട് കറി വെച്ചു. മുരിങ്ങൻ്റെ ഇലയോണ്ട് ഇപ്പേരി, മുരിങ്ങൻ്റെ ഇലയോണ്ട് പപ്പടം പൊരിച്ചു. ഒക്കെ മുരിങ്ങൻ്റെ ഇല തന്നെ. സുബ്ഹാനല്ലാഹ് എല്ലാം കൂടിയാണ് കൊടുത്തിട്ട് ഷെയ്ഖ് തിന്നുമ്പോ പറയാ അയാളോട് എനിക്ക് മുരിങ്ങൻ്റെ ഇല ഭയങ്കര ഇഷ്ടാ. ഇതാണ് കൊടുത്ത് മൂപ്പര് കാരണം. കൊടുത്തിട്ട് രാവിലെ സുബൈക്ക് അബോക്കരാജിന്റെ കുളത്തിലാണ് ഈ ഷെയ്ഖ് കുളിച്ചത്. കുളിക്കാൻ വരുമ്പോൾ ഉസ്താദ് പറഞ്ഞു 10 ചെക്കന്മാർ നിങ്ങൾ ശരിക്ക് വരിക്ക് നിൽക്കണം എന്നാണ് പുറത്ത്. ഷെയ്ഖ് ഇപ്പം നിങ്ങൾ കക്കൂസ് പോലില്ല പറഞ്ഞില്ല, കറാമത്തെ ഞാൻ കാണിച്ചു തരാം. ഈ ഷെയ്ഖിൻ്റെ അത് തുറത്തുകൊണ്ട് മാറ്റി കുളത്ത് ഒരൊറ്റ കൂടിയിട്ടല്ല. കൂടിയിട്ടിട്ട് 5 മിനിറ്റ് ഞാൻ പൊന്തുക. മൂപ്പര് വരുന്ന മുമ്പ് ഈ ഇലകൾ മുഴുവനും മേലെ പൊന്തി. അല്ലോ അപ്പൊ മൂപ്പർക്ക് പണി എന്താ? കുളത്തേക്കാണ് മുങ്ങിയിട്ട് കിളിമ്പിയിട്ട് മൈസൂർ പായം പഠിച്ചു വിടുക. ഇത് മേലെ മുഴുവനും ഇങ്ങോട്ട് പാവ് കെട്ടിയിട്ട് അട്ടപ്പാവ് കെട്ടിയ മാതിരി. ഷെയ്ഖന്മാർ സുസ്താദ് പറഞ്ഞു കണ്ടടാ ഇതാണ് ഈ തമ്മാടിന്റെ പരിപാടി. റാക്കിതായ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മലമുദ്ര ഹറാമാണ്. ആ ഹറാമിന്റെ പുറമെ നിങ്ങൾ കറാമത്തായത് കാണുകയും നിങ്ങളെ വൈപിയപ്പിച്ച നിസ്കാരം ഒഴിവാക്കിയ ശൈത്താനാണ്. കേട്ടില്ലേ? ഞാൻ അത് വിശദീകരിക്കണില്ല. ഞാൻ എന്റെ ഭാഷയിൽ ഇത് വിശദീകരിച്ചാൽ ഏറിപ്പോകുത്. ഇതൊക്കെയാണ് പോലെ കറാമത്ത്. എല്ലാം കറാമത്താ. എന്ത് തോന്നിയാസം ചെയ്താലും കറാമത്താ. ഇവരെന്താ സാധാരണ പറച്ചില്? ഇവരെല്ലാരും ഔലിയാക്കൾ കറാമത്ത് കാണിക്കുന്നു. ഔലിയാക്കൾ കാണിക്കലാണ് കറാമത്ത്. ഇവിടെ ഒരു വലിയന് കാണിക്കാൻ പറ്റിയ സാധനം കറാമത്ത് പറഞ്ഞാല് എന്താണോ കറാമത്ത്? അതാ ഞാൻ പറഞ്ഞു ഇസ്ലാമിലെ എല്ലാ വിശ്വാസങ്ങളെയും പോലെ അട്ടിമറിച്ചു. വിലായത്ത് വിശ്വാസത്തെ അട്ടിമറിച്ചു, കറാമത്ത് വിശ്വാസത്തെ അട്ടിമറിച്ചു. കറാമത്ത് പറഞ്ഞ മാജിക് ഷോമാരി ഇങ്ങനെ കാണിക്കാൻ പറ്റിയ സാധനമല്ല. അതൊരു വലിയിലൂടെ ആ വലിയനെ ആദരിക്കാൻ, ആ വലിയനെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, പ്രൊട്ടക്ട് ചെയ്യാൻ ആ വലിയിലൂടെ അള്ളാഹു പ്രകടമാക്കുന്ന അത്ഭുത സംഭവമാണ് കറാമത്ത്. ഒരു പക്ഷെ ആ വലിയ പോലും അതറിഞ്ഞു കൊള്ളണമെന്നില്ല. അതാ കറാമത്ത്. അല്ലാതെ കറാമത്ത് കാണിക്ക. മഹാനവറുകൾ നിരവധി കറാമത്തുകൾ കാണിച്ചിരുന്ന ആളായിരുന്നു. ഇതെന്താണോ ഗോപിനാഥ് മുതുകാടിന്റെ മാജിക് ഷോ ആണോ കാണിക്കാന്? അങ്ങനെയാണല്ലോ സുപ്രസിദ്ധ മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് അവതരിപ്പിക്കുന്ന മാജിക് ഷോ. മാജിക് കാണിക്കലാണ്. അതുപോലെ തന്നെ നിങ്ങളെ കറാമത്തും കുപ്രസിദ്ധ വലിയ ശ്രീ മടവൂർ അവതരിപ്പിക്കുന്ന കറാമത്ത് ഷോ. കറാമത്ത് കാണിക്കലാണ്. നിങ്ങള് എടോ കറാമത്ത് കാണിക്കലല്ല, അത് പ്രകടമാകലാണ്. അതൊരു പക്ഷേ ഈ വലിയ പോലും അറിഞ്ഞു കൊള്ളണമെന്നില്ല. അതാണ് ഇസ്ലാമിലെ കറാമത്ത്. അല്ലാതെ ഇങ്ങനെ മാജിക് കാണിക്കണ മാതിരി പാറയെ നോക്കി പാക്കരനാകട്ടെ എന്ന് പറയാം, പാറ പാക്കരനാകുന്നു. പാക്കരൻ പോക്കരാകട്ടെ എന്ന് പറയാം, പോക്കരൻ പിന്നെ വീണ്ടും പാറയാകട്ടെ എന്ന് പറയാം. അതല്ല കറാമത്ത്. മനസ്സിലായോ? ഇങ്ങനെ കറാമത്ത് കാണിച്ച് എന്തെങ്കിലും ചെപ്പടി വിദ്യകൾ കാണിക്കും. എന്നിട്ട് കറാമത്താറിന് കൗമിനെ പറ്റിക്കും. ഇതൊക്കെ മുണങ്ങാൻ പറ്റിയ കോലത്തില് കൗമിന്റെ മാനസികാവസ്ഥയിൽ എത്തിച്ചിട്ടുണ്ട്. കറാമത്ത് വിശ്വാസത്തെയും വിലായത്ത് വിശ്വാസത്തെയും അട്ടിമറിച്ച് കൗമിന്റെ മണ്ഡപത്തിൽ സെറ്റാക്കി വെച്ചു. എന്തെങ്കിലും ഒരു അത്ഭുതം കണ്ടുകഴിഞ്ഞാൽ അതൊക്കെ കറാമത്ത് തന്നെ. അപ്പൊ എന്തെങ്കിലും ഒരു അത്ഭുത വിദ്യ, ഒരു ചെപ്പടി വിദ്യ, ഒരു മാജിക് ഷോ അറിയുന്ന ഒരാള് ഒരു പച്ച വല്യം തോളിലിട്ടിട്ട് ഇവരൊരു മഹലിൽ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അതോ മഹാനായ വലിയ വന്നിരിക്കുന്നു, എന്തെല്ലാം അത്ഭുതങ്ങളാണ് മഹാനവറുകൾ കാണിക്കുന്നത് ആണ് മണ്ടി തന്നെ. പിന്നെ അവിടെ പോയി അവന്റെ കാല് നിൽക്കന്നെ. ഈ സമുദായത്തിന് ഉണ്ടാക്കിയെടുത്ത് നിങ്ങളല്ലോ ഈ സമസ്ത എന്ന പിന്തിരിപ്പൻ പ്രസ്ഥാനം അല്ലേ? ഇപ്പൊ മോങ്ങ കിടന്നിട്ട് നിങ്ങൾ തന്നെ. അപ്പൊ സുഹൃത്തുക്കളെ, ബീരാണ്ടിയിലേക്ക് തന്നെ വരാം. അങ്ങനെ ബീരാണ്ടി ഇക്കണ്ട തോന്നിയാസങ്ങളൊക്കെ ചെയ്തിരുന്ന കാലത്ത് എന്തു ചെയ്തു? ഈക്കന്റെ അടുത്ത് പോയി ആൾക്കാർ പരാതി പറഞ്ഞു ബീരാണ്ടിനെ കുറിച്ച്. ഈക്ക പറഞ്ഞ മറുപടിയും കൂടി കേട്ടോളിയും.
ഓ സഹോദരങ്ങളെ മനസ്സിലാക്കണം, വിശുദ്ധ ഖുർആന് മുസ്ഹഫ്, ആ മുസ്ഹഫ് നിലത്തിട്ട് അതിന്റെ മേലെ ചവിട്ടി നിന്ന് മുസ്ഹഫിലെ ഉള്ളതിനേക്കാൾ വിവരം എനിക്കുണ്ടെന്ന് പറഞ്ഞ് പരിശുദ്ധ ഖുർആനിനെ നിന്ദിക്കുന്ന മനുഷ്യൻ, ഇവനാണ് ബീരാണ്ടി എന്ന് പറയുന്നത്. ആ ഖുർആനിനെ ചവിട്ടുന്നത് അവന്റെ മുരീദന്മാരാണെന്ന് പറഞ്ഞിരിക്കുന്ന കുറെ എണ്ണുണ്ട്. അവന്മാരിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈമാനുള്ളവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമോ? പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, അങ്ങനെ പരിശുദ്ധ ഖുർആനിനെ ഒരാൾ നിന്ദിച്ചാൽ അവൻ കാഫിറാണ്, പച്ച കാഫിറല്ലേ സഹോദരങ്ങളെ. അവിടെ ഇദ്ദേഹം നിസ്കാരം വേണ്ടെന്നും അതുപോലെ പരിശുദ്ധ ഖുർആനിനെ നിലത്തിട്ട് ചവിട്ടലും അങ്ങനെ തുടങ്ങിയിട്ട് ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങൾ ഇദ്ദേഹം ചെയ്തു വന്നപ്പോ നാട്ടിലുള്ള ആളുകൾ ആ നാട്ടിലെ ഖാദിയുടെ സമീപത്തേക്ക് ചെന്നു. ഖാദി പറഞ്ഞു, ഇത് ഞാൻ പറഞ്ഞാൽ പറ്റൂല, ഇത് നമ്മുടെ ആലിമീങ്ങളോട് ചോദിക്കണം എന്ന് പറഞ്ഞ് ഷംസുൽ ഉലമ ഇ കെ ഉസ്താദിന്റെ അടുത്തേക്ക് വന്നു. ഇ കെ ഉസ്താദ് പറഞ്ഞു, ഇവന്മാരെ പോലുള്ള ആളുകളുടെ പ്രവൃത്തികൾക്ക് നിങ്ങൾ ഫത്വയും ചോദിച്ച് നടക്കില്ല വേണ്ടത്, നല്ല ഓല മടലെടുത്തിട്ട് പെരടി അടക്കം കൊടുത്ത് അടിച്ച് മണ്ടിക്കണം എന്നാണ് ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ ഇ കെ ഉസ്താദ് അവർ പറഞ്ഞിട്ടുള്ളത്. എന്താ പറഞ്ഞത്? ബീരാണ്ടിയുടെ ഈ തമ്മാടിത്തങ്ങളുടെ ഈ തോന്നിയാസം, ഈ കുഫ്രിയത്ത്, പരിശുദ്ധ ഖുർആൻ നിലത്തിട്ട് ചവിട്ടുക, നിസ്കാരം ഒഴിവാക്കുക, നോമ്പ് ഒഴിവാക്കുക, ഇതൊക്കെ കാണുമ്പോൾ ഈമാനുള്ളവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമോ? നിങ്ങൾ പിടിച്ചൊക്കെ ഞങ്ങളോട് ഇരുന്നോളി, അതിനെ നിങ്ങളെ കൊണ്ട് പറ്റുള്ളൂ. അങ്ങനെ ഒരു ഇ കെന്റെ അടുത്ത് ഫത്വ ചോദിച്ചു, എന്താ ഉപനെ കാട്ടേണ്ടിയൻ? അപ്പൊ ഇ കെ പറഞ്ഞു, ഈ വക തമ്മാടിത്ത അവിടെ നടക്കുന്നുണ്ടെങ്കിൽ ഫത്വ ചോദിച്ച് നടക്കല്ല വേണ്ടത്, നല്ല മട്ടല് വെട്ടിയിട്ട് അവന്റെ പെരടിക്ക് അടിക്കാണ് വേണ്ടത്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും? ഓ, ഈ കെന്റെ ഫത്വ കിട്ടേണ്ട താമസം, കൗമൊക്കെ പോടെ ഹാലിളകിയിട്ട് ചെന്നിട്ട് കയ്യിൽ കിട്ടിയ വടിയും കുറവടിയും കല്ലൊക്കെ ആയിട്ട് ചെന്നിട്ട് ഓനെ എറിഞ്ഞാട്ടിന്നല്ലേ. കൗമിന് ധൈര്യം പോരാ. കാരണം ഔലിയാണെങ്കിലോ വലിയ ആണെങ്കിലോ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കുരുത്തക്കെട്ട് തട്ടൂലേ. ഇതൊക്കെ അല്ലേ വല്ല കൗമിനെ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. കൗമിന് എന്തെങ്കിലും ചെറുപേരല്ല നിൽക്കുവോ? ഇത്തരം ആളുകൾക്കെതിരെ എന്ത് തോന്നിയാസം ചെയ്താലും നമ്മൾ ചോദിക്കാൻ പാടില്ല, ചോദ്യം ചെയ്യാൻ പാടില്ല. നല്ലത് വിചാരിക്കണം. വലിയ കള്ളുടിച്ചു കഴിഞ്ഞാൽ പാലാണെന്ന് വിചാരിക്കണം. ഒരു വലിയ എന്ന് പറയുന്നോ അന്യ പെണ്ണിനെ മടിയിലിരുത്തി ഇങ്ങനെ ഒഴിയുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മോശം വിചാരിക്കാൻ പാടില്ല. ഇതൊക്കെയല്ലേ പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ബീരാണ്ടിനെ പോലെ എന്തെങ്കിലും ചെയ്യോ? കൗമും ഉണ്ടാതിരുന്നു. പക്ഷെ ഈ കെന്റെ ഫത്വ ചില ആൾക്കാർ നടപ്പിലാക്കി. അവിടെ അതാരാന്ന് കേട്ടോളി. പിന്നീട് ഞാൻ അറിഞ്ഞത് ഇയാള് ഒതായിക്കടുത്ത് ഒരു വീട്ടില് ക്യാൻസറിന്റെ ചികിത്സക്ക് പോയി. അവിടെ എന്തോ മൂത്രത്തിരി എന്തോ ഒരു പരിപാടി ചെയ്ത് കേട്ടാണ് രോഗിക്ക് ചികിത്സ നടത്തുന്നത് കേട്ട്, വെറ്റില് എന്തോ കേട്ടിട്ട് മുജാഹിദിന്റെ നാളുള്ളതായി. അത് ഇതാണ് ട്രീറ്റ്മെന്റ് എന്നും കൂടി അറിഞ്ഞപ്പോ ആ നാട്ടുകാർ പോതിരെ തച്ച് വിട്ടുകൾ അവിടുന്ന്. അങ്ങനെ ഒന്ന് പോയി ഇതറിഞ്ഞപ്പോ പാക്കാലെടുത്ത കുട്ടികളൊക്കെ സന്തോഷം പ്രകടിപ്പിച്ച് ആഹ്ലാദ നൃത്തം ചട്ടിനാലോ അവിടെ. ഈ മനുഷ്യനെയാണ് വലിയാണ്, മുറബിയാണ് ഒക്കെ പറഞ്ഞിട്ട് നടക്കുന്നത്. ഏതായാലും അള്ളാഹുവിൻ റസൂലാണെന്ന് പറയുന്ന വലിയ ഭാഗ്യം ഇവര്. ഈ കെന്റെ ഫത്വ നടപ്പിലാക്കിയത് ഒതായിലുള്ള മുജാഹിദാരാ. ഓലേക്കുന്ന നല്ലോ പള്ള നിറച്ച് പൊതിരെ തല്ലാണ് കിട്ടി ബീരാണ്ടിക്ക്. അത് കണ്ട് വാക്കാലുള്ള ഖുറാഫികൾ ചാടി കളിച്ചു ആഹ്ലാദം കൊണ്ടേ. അർജന്റീന ലോകകപ്പ് നേടുമ്പോൾ ഇവിടെ മലപ്പുറത്തുള്ള കാക്കമാര് ചാടി കളിക്കണമാര്. കാരണം നമ്മളെ കൊണ്ട് പേരെ കഴിയുമല്ലോ. അപ്പൊ ഒതായിലുള്ള മുജാഹിദേര് ബീരാണ്ടിനെ പൂശിപ്പോ വാക്കാലുള്ള ഖുറാഫികൾ ചാടി കളിച്ചു. കാരണം ഓർക്ക് ധൈര്യമില്ല, ഓലെ കൊണ്ട് കഴിയൂല. അപ്പൊ സുഹൃത്തുക്കളെ, ഇതൊന്നും കോമഡി അല്ല. ഇതൊന്നും ഏതോ ഒരു ബീരാണ്ടിയിൽ ഒതുങ്ങി നിൽക്കുന്ന സംഭവമല്ല. ഇത്തരത്തിലുള്ള നൂറുകണക്കിന് ബീരാണ്ടിമാരെ സൃഷ്ടിച്ചത് ഈ സമസ്ത എന്ന പിന്തിരിപ്പൻ പ്രസ്ഥാനാണ്. ഇവരെ സൂഫി കിതാബുകളാണ്, ഇവരുടെ പാള കിതാബുകളാണ്, ഇവരുടെ കീറ കിതാബുകളാണ്, മാനമൗലിദുകളാണ്. ഇത്തരത്തിലുള്ള തമ്മാടിമാരായ ബീരാണ്ടിമാരെ സൃഷ്ടിച്ചത് അവര് തന്നെയാണ്. ഇപ്പൊ എന്നിട്ട് പരിതപിക്കുകയാണ്, ഞങ്ങൾക്ക് പങ്കില്ല, ഞങ്ങൾ എതിർത്തിട്ടുണ്ട് എന്നാണ് കരയാണ്. ഇപ്പോ നിങ്ങൾ എതിർത്തിട്ടില്ല, നിങ്ങളെ കൊണ്ട് എതിർക്കാൻ കഴിയൂലോ. ഈ സമസ്തന്റെ ബൗണ്ടറിയിൽ നിന്നുകൊണ്ട് നിങ്ങളെ കൊണ്ട് ഇത്തരം കള്ളനാണയങ്ങളെ എതിർക്കാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ അടിത്തറ തന്നെ അതാണ്. നിങ്ങളുടെ സൂഫി കിതാബുകളിലും നിങ്ങളുടെ ത്വരീഖത്ത് പ്രസ്ഥാനങ്ങളിലും ഉള്ളത് മുഴുവനും ഇത്തരത്തിലുള്ള കെട്ടുനാറിയ കഥകളാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ഈ സമസ്തയുടെ അടിവേര് മാന്തി പുറത്തിട്ടിട്ട് ഞങ്ങൾ അടങ്ങുള്ളൂ ഇൻഷാ അല്ലാഹ്. അങ്ങനെ നിങ്ങളെ ദീമെന്ന് രക്ഷപ്പെടാൻ ഞങ്ങൾ സമ്മതിക്കൂല. മനസ്സിലായ നിങ്ങൾക്ക്? ഈ സമസ്ത എന്ന ഈ പിന്തിരിപ്പൻ പ്രസ്ഥാനത്തിന്റെ അടിത്തറ കെട്ടിപ്പടുത്തിട്ടുള്ളത് ഇതുപോലെയുള്ള ചപ്പുചവറുകൾ നിറഞ്ഞ ചെളിക്കുണ്ടുകൾ നിറഞ്ഞ അതിനു മുകളിലാണ്, ഈ വേസ്റ്റുകൾക്ക് മുകളിലാണ് സമസ്ത എന്ന പ്രസ്ഥാനം കെട്ടിപ്പടുത്തിട്ടുള്ളത് എന്ന് ഈ സമൂഹത്തെ ഞങ്ങൾ ബോധ്യപ്പെടുത്തും ഇൻഷാ അല്ലാഹ്. സമൂഹത്തിനത് ഏറെക്കുറെ ബോധ്യപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോ ഒരു സാധാരണക്കാരനെ സമസ്തക്കാരുണ്ടല്ലോ, ഈ സമസ്ത എന്ന മഹല്ല് സംവിധാനത്തിന്റെ ആ സെറ്റപ്പിന്റെ ബൗണ്ടറിയിൽ നിൽക്കുന്ന, ആ മഹല്ലുമായി സഹകരിക്കുന്ന, ആ പള്ളിയുമായി സഹകരിക്കുന്ന, ആ സംവിധാനവുമായി സഹകരിക്കുന്ന ചില ആളുകളോടൊക്കെ നിങ്ങൾ സമസ്തക്കാരനാണോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ
നിങ്ങൾ വല്ല പെണ്ണു കേസിലെ പ്രതിയാണോ എന്ന് ചോദിക്കണ മാതിരിയാ. ഏയ് ഞാനല്ല, ഞാനായിരുന്നില്ല എന്നാ പറയാ. അത്രയും മാനക്കേടായിട്ടുണ്ട് സാധാരണക്കാർക്ക്. സമസ്ത എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓക്കാനിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം നിങ്ങളെ ഈ കെട്ടുനാറിയ പുഴുത്തുനാറിയ കഥകളൊക്കെ പുറത്തേക്ക് ഇങ്ങനെ വലിച്ചിട്ട് കൊണ്ടിരിക്കുക. ഞങ്ങൾ ഇൻഷാ അല്ലാഹ് കാണിച്ചു തരാം നിങ്ങളെ. അങ്ങനെ വിടൂല നിങ്ങളെ. നിങ്ങൾ ഒരു നൂറ്റാണ്ട് കാലമായി ഇവിടെ ഈ ഫിത്തന തുടങ്ങിയിട്ട്, ഈ അട്ടിമറി തുടങ്ങിയിട്ട്, വിശ്വാസപരമായ അട്ടിമറി, കർമ്മപരമായ അട്ടിമറി. നിങ്ങൾ ആടിനെ പട്ടിയാക്കുക, നിങ്ങൾ പട്ടിനെ പേപ്പട്ടിയാക്കുക, നിങ്ങൾ തല്ലിക്കൊല്ല. എന്തൊക്കെ എത്രയും കാലങ്ങളോട് പറഞ്ഞത്? ഇവിടെ സലഫികൾ പറയുന്ന ഒരു ആദർശമുണ്ട്. എന്താ ആദർശം എന്നറിയോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീൻ, സഹാബത്ത് എങ്ങനെ കണ്ടു മനസ്സിലാക്കിയോ ആ ദീനിൽ ഒരു ഇഞ്ച് പോലും കൂട്ടാനോ കുറക്കാനോ നമുക്ക് അധികാരമില്ല. അത് അതുപോലെ തന്നെ നമ്മൾ ജീവിക്കണം, അതുപോലെ തന്നെ വിശ്വസിക്കണം, അങ്ങനെ തന്നെ നടപ്പിലാക്കണം എന്ന് പറയുന്ന സലഫികള് നിങ്ങൾക്ക് പുത്തൻവാദികള്. ഞങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഓരോ മൊല്ലമാര് ഓരോ മാസത്തിലും ഓന്റെ ചീഞ്ഞളിഞ്ഞ മണ്ടിയിൽ ഉദിച്ചു വരുന്ന കാര്യങ്ങള്, അത് ദീനിന്റെ പേരിൽ ഓരോ മഹലിലും ഇങ്ങനെ ഓരോരുത്തരും തോന്നിമാരിങ്ങനെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക. നിങ്ങൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അല്ലേ? ഇത് കുറച്ച് കാലമായി ഞങ്ങൾ സൈക്കിൾ തുടങ്ങിയിട്ട്. നിങ്ങളെ മുഖം മൂടി പിച്ച് ചീന്തിയിട്ട് ഈ സമൂഹത്തിന് ബോധ്യപ്പെടുത്തിയിട്ട് ഞങ്ങൾ അടങ്ങുള്ളൂ ഇൻഷാ അല്ലാഹ്. നിങ്ങൾ പിരിച്ചു വിട്ടോളൂ ഈ സമസ്ത എന്ന ഈ വിഷലിപ്ത പ്രസ്ഥാനം, ഈ പിന്തിരിപ്പൻ പ്രസ്ഥാനം. ആ പ്രസ്ഥാനം കൊണ്ട് ഇവിടെ സമുദായത്തിന് ഒരു ഗുണം കിട്ടിയിട്ടില്ല, കിട്ടാനും പോണില്ല. അത്രത്തോളം പിഴച്ച ആദർശമാണ് സമസ്തയുടെ ആദർശം. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഓരോന്നോരോന്നായി ഈ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുക തന്നെ ചെയ്യും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.